5ാം ക്ലാസ്സിലെ പിള്ളേർ വണ്ടി ഓടിക്കൽ അതിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്. ഓടിക്കുക, ഡിഗ്രി ഫൈനലാവാൻ. ലോകം അത്ര വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുക. ആ ചലനത്തിന്റെ കൂടെ നിങ്ങൾ ചലിക്കണം. അത് നടക്കൂലേ? അത് പിന്നെയാക്കാം. അയ്യയിൽ നിന്ന് ഐക്യാനിലേക്ക് മാറാൻ ഇന്ത്യക്കാർക്ക് കഴിയുന്ന കാലത്തെ ഇന്ത്യക്ക് മോചനമുള്ളൂ. കർമ്മവും ചിന്തയും ഒത്തുചേരുമ്പോൾ മാത്രമാണ് നമ്മൾ വിജയിക്കുന്നത്. എന്റെ പേരിൽ ആ 10 മാർക്കിലാണ് ഞാൻ കളക്ടറാവേണ്ട, ഞാൻ ഇപ്പോ SP ആയി പോയത്. സ്വന്തം മക്കൾക്ക് എന്താ പക്ഷം എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ തിന്നാൻ വിളമ്പി കൊടുക്കലല്ല അച്ഛന്റെ അമ്മേന്റെ പണി. ഓരോ അറിവിനും കാലദേശ ബന്ധമുണ്ട്. ഇന്ത്യ കണ്ട ആദ്യത്തെ A+കാരൻ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കണ്ടാൽ ഒരു പേഴ്സണാലിറ്റിയില്ല, മൊട്ട തലയനാണ്. അങ്ങനെയുള്ള മനുഷ്യനാണ് ഇന്ത്യ കണ്ട ആദ്യത്തെ A+കാരൻ. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ജീവിതത്തെ നരകതുല്യമാക്കുന്ന വിഡ്ഢികളാണ് ഒരുപാട് കാലം ഇന്ത്യ നിയന്ത്രിച്ചത്. അതാ പറ്റിയത്. മഴ പെയ്യുമ്പോ എന്തൊരു മഴ, ഇനി വെയിലറിക്കുമ്പോ എന്തൊരു വെയില്, പിന്നെ എന്തെന്നാ വേണ്ടി വരും. പ്രഭാതം വിടരും പ്രദോഷം വിടരും പ്രതീചി രണ്ടും കണ്ടു നിൽക്കും. പന്ന്യന്നൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സ്നോയ എസ്, ഇവിടെ എത്തിച്ചേരാനിരിക്കുന്ന ഉദ്ഘാടകനും തലശ്ശേരിയുടെ MLA-യുമായ എൻ്റെ സുഹൃത്ത് ശ്രീ കാരായി രാജേട്ടൻ, ഇവിടെ ആദരിക്കപ്പെടാൻ എത്തിച്ചേരുന്ന ശ്രീ സൽമാൻ നിസാർ, എൻ്റെ ഗുരുനാഥൻ കൂടിയായ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പ്രശസ്ത സാഹിത്യകാരൻ, ചെറുകഥാകൃത്ത് കൂടിയായ നോവലിസ്റ്റ് കൂടിയായ പ്രഭാരം മാഷ്, സ്വാഗതം പറയുന്ന ശ്രീ ബൈജു ഭാസ്കർ, നന്ദി പറയുന്ന സനൽ പറമ്പത്ത്, ഈ പരിപാടിയിൽ എന്നെ വിളിക്കാൻ മുൻകൈയെടുത്ത എൻ്റെ സുഹൃത്തും നിങ്ങളുടെ നാട്ടുകാരനൊക്കെയായ നാടക പ്രവർത്തകൻ ശ്രീ മോഹൻ ചൊക്ലി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സമ്മാനത്തിന് അർഹരായിരിക്കുന്ന മറ്റ് വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നിറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലമായി പന്ന്യന്നൂരിലെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ നേതൃത്വത്തിൽ ഒരു അനുമോദന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ആ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ട MLA ഏതാനും നിമിഷങ്ങൾക്ക് കൂടി എത്തിച്ചേരും. അദ്ദേഹം വരുന്നത് വരെയാണ് എൻ്റെ പ്രസംഗം. അനുമോദന ചടങ്ങുകൾ സാധാരണ കുട്ടികൾ പറയുന്നൊരു പരാതി, ഒരു മൊമെൻ്റോ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു 5-6 ആൾ 5-10 ആളെ പ്രസംഗവും കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കണ്ടേ കുറേ നേരം, അല്ലേ? എല്ലാവരും അനുമോദിക്കും, നന്നായിട്ട് വിജയിക്കണം, അങ്ങ് നിങ്ങൾ ജീവിതത്തിൽ പല നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ സ്ഥിരം നമ്മൾ കേട്ടുപഴകിയ പല്ലവികൾ തന്നെ ആവർത്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് ഈ വിദ്യാർത്ഥികളോട്, SSLCയും +2വും കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് ചില പുതിയ കാര്യങ്ങളാണ് പറയാനുള്ളത്. SSLCയും +2വും കഴിഞ്ഞിട്ട് ഡിഗ്രി UG കോഴ്സിന് വേണ്ടി ചേർന്ന ക്ലാസ് തുടങ്ങുന്ന ദിവസം 23 കോളേജുകളിൽ ഞാൻ ഇക്കൊല്ലം ഈ കാര്യം പോയി പറഞ്ഞിട്ടുണ്ട്. 23 കോളേജുകളിൽ ഇക്കൊല്ലം പുതിയ ക്ലാസ് തുടങ്ങുന്ന ദിവസം ഞാൻ പോയി. അത് പഠനവുമായി ബന്ധപ്പെട്ടും പഠനവും ജീവിതവുമായി കണക്ട് ചെയ്തുമായ ചില വിഷയങ്ങളാണ്. ആദ്യം നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളിപ്പോൾ വിജയിച്ചിരിക്കുന്ന +2 അല്ലെങ്കിൽ A+ എന്നതിൻ്റെ പ്ലസിനെ പറ്റി നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചോ എന്നാണ്. പഴയ കാലങ്ങളിൽ ഉത്തരം പഠിക്കുക, ചോദ്യം വായിക്കുക, ഉത്തരം എഴുതുക, എന്നിട്ട് അത് മാർക്ക് വാങ്ങുക, ഇതായിരുന്നു പഠനശൈലി. എന്നാൽ ഇനി അത് തിരുത്തപ്പെടണം. പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, അന്വേഷണാത്മകമായ പഠനത്തിൽ താല്പര്യമുള്ളവർക്ക് മാത്രമേ അതിജീവിക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങളൊരു വലിയ IIT പോലെ NIT പോലുള്ള വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനിയിലോ തൊഴിലന്വേഷിക്കാൻ പോയാൽ, അവിടെ പോയാൽ നിങ്ങളുടെ മാർക്കിനേക്കാൾ
നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളെക്കാൾ അവർ പരിഗണന കൊടുക്കുന്ന ചില വിഷയങ്ങൾ ഉയർന്നു വരികയാണിപ്പോൾ. എന്താണ് ആ വിഷയങ്ങൾ? നിങ്ങൾ ഈ ലോകത്തോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് അവർക്ക് നോക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ ചെന്ന ഉടനെ മെയിൽ ID തരൂ, ഏതൊക്കെ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉണ്ട്, എക്സിലുണ്ടോ, ഇൻസ്റ്റഗ്രാമിലുണ്ടോ, ഫേസ്ബുക്കിലുണ്ടോ, വാട്സപ്പിലുണ്ടോ എന്ന് ചോദിക്കും. അതിൽ നിങ്ങളുടെ മെയിൽ ID തരൂ, അത് വാങ്ങി അവര് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് കയറും, നിങ്ങളുടെ ID-യിൽ ഒന്ന് കയറും. കയറിയിട്ട് നിങ്ങൾ കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയിൽ ഏതെല്ലാം വിഷയങ്ങളിൽ പ്രതികരിച്ചു, ഏതെല്ലാം വിഷയങ്ങൾ പോസ്റ്റ് ചെയ്തു എന്ന് അവർ നോക്കും. അപ്പോ എല്ലാറ്റിലും ഇങ്ങനെ വിരലിങ്ങനെ വെച്ച് യോയോ എന്നുള്ള സെൽഫി ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ മെസ്സിയുടെ 10ാം നമ്പർ ജേഴ്സി ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോന് പോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ എങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ട്. എന്നാൽ അതിന് പകരം കോപ്പ് വർദ്ധയെ നടത്തിയ ഗോളുകളെ പറ്റി നിങ്ങൾ എന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? കുറസോവ എന്ന രാജ്യം ജർമ്മനിക്കെതിരെ അടിച്ച ഒരു ഗോൾ, 7 ഗോൾ തിരിച്ചു വാങ്ങി. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഇയോൺ മസ്കിന്റെ 12 ബഹിരാകാശ ദൗത്യം പരാജയപ്പെട്ടിട്ട് 13ാമത്തെ ബഹിരാകാശ ദൗത്യം വിജയിച്ചു. ഇന്നലെ ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്വകാര്യ സംരംഭം ഒരു റോക്കറ്റ് വിക്ഷേപണത്തിൽ വിജയിച്ചു. അതിനെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ? നിങ്ങൾ ഭ്രമയുഗത്തെ പറ്റിയിട്ട് മമ്മൂട്ടിയുടെ അഭിനയത്തെ പറ്റി എന്തോ അഭിപ്രായം പറഞ്ഞോ? നിങ്ങൾ വൈക്കം വിജയലക്ഷ്മിയും ശ്രേയ ഘോഷാലും തമ്മിൽ ഉള്ള താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ പാട്ടിനെ പറ്റി അഭിപ്രായം പറഞ്ഞോ? നിങ്ങൾ എസ് ജാനകിയുടെ പാട്ടിനെ പറ്റി എന്തെങ്കിലും പ്രതികരിച്ചോ? തുടങ്ങി ലേറ്റസ്റ്റ് ആയിരിക്കുന്ന വാർത്താവിശേഷങ്ങളും ശാസ്ത്രലോകത്തെ സംഭവങ്ങളും നിങ്ങൾ എന്താണ് പ്രതികരിച്ചത്? ഒരു പ്രശസ്തനായ IPS ഉദ്യോഗസ്ഥൻ, അയാളെ പേര് ഞാൻ പറയുന്നില്ല, കണ്ണൂർ ജില്ലയുടെ ഉത്തരമേഖല ചുമതലയായിട്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇതുപോലുള്ള ഒരു അനുമോദന യോഗത്തിൽ ഒരു കോളേജിൽ പറയാ, ഞാൻ IPS-ന് പകരം IAS ആയിരുന്നു കിട്ടേണ്ടിയിരുന്നത്, എനിക്ക് അതിന്റെ മാർക്കും എനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്റെ അവസാനത്തെ ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം അറിയാത്തതിന്റെ പേരിൽ എനിക്ക് മൈനസ് മാർക്ക് 10. അതിന്റെ പേരിൽ ആ 10 മാർക്കിലാണ് ഞാൻ കളക്ടറാവേണ്ട ഞാൻ ഇപ്പോ SP ആയി പോയത്. ആ ചോദ്യം ഏതെന്ന് ഞാൻ പറയട്ടെ. അയാൾ പറഞ്ഞു, ആ ചോദ്യം നിന്റെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരെന്താണെന്നായിരുന്നു. സത്യത്തിൽ എനിക്കത് അറിയില്ലായിരുന്നു. അതെനിക്ക് വലിയ ഡിസ്ക്വാളിഫിക്കേഷനായി. എന്ന് പറഞ്ഞാൽ കുട്ടികളെ, നമ്മുടെ ചുറ്റുവട്ടമുള്ള ലോകത്തിലെ കാലദേശ ബന്ധമാണ് നിങ്ങളുടെ അറിവിനെ പ്ലസ് ചെയ്യുന്നത്. കാലദേശ ബന്ധം. എന്താ ഈ കാലദേശ ബന്ധം? കാലബോധത്തെ പറ്റി നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? 2026 ജൂലൈ മാസം ഇന്ന് 16-ാം തീയതിയാണ് അല്ലെ? 19-ാം തീയതിയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഈ വിവരം നിങ്ങളുടെ വീട്ടിലെ പൂച്ചക്കോ പട്ടിക്കോ പശുവിനോ അറിയില്ല. അവർക്ക് കാലബോധമില്ല. അവർക്ക് ഇരുട്ടുണ്ട്, വെളിച്ചമുണ്ട്. എന്നാൽ ഇരുട്ടുള്ളതിനെ രാത്രിയെന്നും വെളിച്ചമുള്ളതിനെ പകലെന്നും വിളിച്ച ഒരേ ഒരു ജീവി മനുഷ്യനാണ്. ആ ഇരുട്ടും വെളിച്ചവും പകലും രാവും ചേരുമ്പോൾ ഒരു ദിവസമെന്നും, 7 ദിവസം ചേരുമ്പോൾ ഒരാഴ്ചയെന്നും, 2 ആഴ്ച ചേരുമ്പോൾ ഒരു പക്ഷമെന്നും. അറിയാവോ പക്ഷം എന്താണെന്ന് അറിയുന്ന കുട്ടികളുണ്ടോ? പക്ഷം എന്താണെന്ന് അറിയാത്ത കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ അവരുടെ അച്ഛനമ്മമാർക്കും അവരുടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഇന്ന് തന്നെ ചൂരൽ കൊണ്ട് അടി കൊടുക്കണം. സ്വന്തം മക്കൾക്ക് എന്താ പക്ഷം എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ തിന്നാൻ വിളമ്പി കൊടുക്കലല്ല അച്ഛന്റെ അമ്മേന്റെ പണി. പക്ഷം അറിയണ്ടേ? വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും കേട്ടില്ലേ? പക്ഷം എന്ന് പറഞ്ഞാൽ ചിറക് എന്ന അർത്ഥം. 2 പക്ഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് പക്ഷി എന്ന് പേര് വന്നത്. 2 പക്ഷം. പക്ഷപാതം എന്ന് പറയുന്നത് കേട്ടില്ലേ? പക്ഷപാതം കാണിക്കും. ഒരു പക്ഷം, ഒരു ഭാഗം, മറുപക്ഷം. അതാണ്
2 പക്ഷം ചേരുമ്പോൾ ഒരു മാസമെന്നും 6 മാസം ചേരുമ്പോൾ ഒരു അയനമെന്നും 2 അയനം ചേരുമ്പോൾ ഒരു വർഷമെന്നും 12 വർഷം ചേരുമ്പോൾ ഒരു വ്യാഴവട്ടമെന്നും 100 വർഷം ചേരുമ്പോൾ ഒരു നൂറ്റാണ്ടെന്നും കണക്കുണ്ടാക്കിയ മനുഷ്യൻ ജീവി മനുഷ്യൻ മാത്രമാ. കാലബോധം. ഈ കാലബോധത്തിൽ നിന്നാണ് ദൈവത്തെ പോലും കിട്ടിയത്. അറിയോ? മനുഷ്യൻ ദൈവത്തിൽ എത്തുന്നതിന് മുമ്പ് കാലബോധമാണ് ഉണ്ടായത്. ആദ്യത്തെ കാലബോധം ത്രികാലബോധമാണ്. സ്റ്റേജിന്റെ ബേക്കിൽ നിന്ന് ചായ കൊടുക്കുന്നവരുന്ന് ഒച്ച കുറച്ച് പറഞ്ഞു. ത്രികാലബോധം എന്ന് പറഞ്ഞാൽ പക്ഷി മൃഗാദികൾക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസേ ഉള്ളൂ. ഇപ്പൊ എന്താണെന്നറിയാം. അവരെവിടെ നിന്നോ വന്നു ഞാൻ എന്നവർക്കറിയില്ല. അവർക്ക് എവിടേക്കോ പോണു ഞാൻ എന്നും അറിയില്ല. ഭൂതകാലവും ഭാവികാലവും അവർക്കില്ല. അവർക്ക് വർത്തമാനമേ ഉള്ളൂ. മനുഷ്യന് ഭൂതകാലമുണ്ട്, വർത്തമാനമുണ്ട്, ഭാവിയുണ്ട്. അതാ ത്രികാലം. ഈ ഭൂതകാല ബോധം വന്നപ്പോഴാണ് ഈ പ്രപഞ്ചം ഉണ്ടായതാണെന്ന ചിന്തയുണ്ടായത്. ആ ഉണ്ടായതാണെന്ന ചിന്തയിൽ നിന്നാണ് ഉണ്ടാക്കിയവനാരെന്ന് അന്വേഷിച്ചത്. അങ്ങനെയാ ദൈവത്തിലെത്തിയത്. മനസ്സിലായോ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, അതിന് സംസ്കൃതത്തിൽ ആ എന്ന് പറയും. പരിപാലിക്കുന്നവൻ ഊ എന്ന് പറയും. സംഹാരകൻ എന്ന് പറഞ്ഞാൽ ഇതിനെ മാറ്റി പുതിയതാക്കുന്നവൻ, അത് അം എന്ന് പറയും. ഇത് മൂന്നും ചേരുമ്പോ ത്രികാലബോധമാണ് ആ ഉ അം. അതിലൂടെയാ ദൈവത്തിലെത്തിയേ. അതുകൊണ്ടാ ദൈവത്തിന്റെ പേര് പറയുന്നതിന് മുമ്പ് ആ ഉ അം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഉ അം എന്ന് കൂട്ടി വായിച്ച ഓം. ഓം നമശിവായ എന്ന് പറഞ്ഞാൽ കാലബോധത്തിലൂടെ ശിവനിലെത്തി. ഓം നാരായണായ എന്ന് പറഞ്ഞാൽ കാലബോധത്തിലൂടെ നാരായണനിലെത്തി എന്നാണ്. പലരും വിചാരിക്കുന്നത് ഓം എന്ന് പറയുന്ന ദൈവത്തെ ഡൗൺലോഡ് ആക്കുന്ന പാസ്വേഡാന്നാ. അല്ല. മനസ്സിലായോ? ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയണം. കാലബോധം. പക്ഷെ ഈ കാലബോധത്തെ പോയി നമ്മളെല്ലാം ചെറുപ്പം മുതലേ ഒരു ദിവസത്തിന് 24 മണിക്കൂർ, 1 മണിക്കൂറിന് 60 മിനിറ്റ് എന്ന് കേൾക്കാന്നല്ലാതെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ മക്കളെ? 24 മണിക്കൂർ എങ്ങനെയാണ് കണക്കുണ്ടായെന്ന് അറിയാവോ? ഒരു ദിവസം 24 മുറിച്ചത് എങ്ങനെയാ? അതെന്താ അതിന്റെ മാനദണ്ഡം? ആ മാനദണ്ഡം ആർക്കെങ്കിലും അറിയെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞു തന്നാൽ ഞാൻ 2000 ഉറുപ്പിക ഇപ്പം തരും. 24 കണക്കറിയുന്ന ആൾക്ക് 2000 ഉറുപ്പിക ഇപ്പം തരും. ഫുൾ A+ ആരോടാ ചോദിക്കുന്നത്? നിങ്ങൾ ചോദിച്ചോ? ആരോടൊന്നും. നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും മാഷോട് ചോദിച്ചോ? ഏതെങ്കിലും മാഷന്മാർ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തോ? ഓട്ടെ, 1 മണിക്കൂറിന് 60 മിനിറ്റ് ആയത് എങ്ങനെയാ? അതിനെ കണക്കറിയാം ആർക്കുണ്ടോ? അത് പറഞ്ഞാൽ തരും 2000. ഇല്ല, നമ്മൾ കേട്ടു പോന്നു. ഇനി അത് പറ്റില്ല. എന്ത് കണ്ടാലും കേട്ടാലും അതെന്താണെന്ന് അന്വേഷിക്കുന്ന, ചോദ്യം ചോദിക്കുന്ന, ചോദ്യം ചെയ്യുന്ന, ചോദ്യം പഠിക്കുന്ന കുട്ടികളായി മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് വികാസമുണ്ടാവൂ. ഓരോ അറിവിനും ഒരു കാലമുണ്ട്, ഒരു ദേശമുണ്ട്. ആ കാലബോധവും ദേശബോധത്തിന് ഒരു ഗ്രാഫ് വരയ്ക്കും. ദേശബോധത്തിന്റെ ഗ്രാഫ് എക്സ് അക്ഷം, എക്സ് ആക്സിസ്, ഇങ്ങനെയുള്ള വര. കാലബോധത്തിന്റെ ഗ്രാഫ് ആഴത്തിലുള്ള ചിന്ത, വൈ ആക്സിസ്. ഈ എക്സും വൈയും ചേരുന്നതിനാണ് പ്ലസ് എന്ന് പറയുക. മനസ്സിലായോ? പ്ലസ് മനസ്സിലായോ? ഓരോ അറിവിനും കാലദേശ ബന്ധമുണ്ട്. ആ ബന്ധത്തിലൂടെ യാത്ര ചെയ്യണം. പുതിയ ചോദ്യങ്ങൾ ഉന്നയിക്കണം. പഴയതൊന്നും മറക്കില്ല, പുതിയതൊന്നും പഠിക്കില്ല, പറ്റില്ല. പാഠപുസ്തകത്തിലുള്ളത് ബൈഹാർട്ട് പഠിച്ചിട്ട് ഓർമ്മശക്തി പരീക്ഷിക്കാനുള്ള പരീക്ഷയിൽ വിജയിച്ചത് കൊണ്ട് എല്ലാമായി എന്ന് ധരിച്ചു പോകരുത്. ഓർമ്മശക്തി കൊണ്ട് എന്തു കാര്യം? അതെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കയ്യിലുണ്ട്. എല്ലാം ചാറ്റ് ജിപിടിയോട് ചോദിച്ചാലുണ്ട്. അപ്പൊ അവരെ ചാറ്റ് ജിപിടിയെ, AI നമുക്ക് ജോലി ഏൽപ്പിക്കാൻ പറ്റുമോ? മനുഷ്യന് ഓർമ്മശക്തി, ഡാറ്റാസ് കയ്യിൽ ഉണ്ടായത് കൊണ്ട് മാത്രം പോരാ. ആ ഡാറ്റാസിനെ വിശകലനം ചെയ്യുവാനും അതിന്റെ ചരിത്രം അറിയുവാനും അതിന്റെ ലക്ഷ്യബോധം അറിയുവാനും കഴിയുമ്പോഴാണ്, അതിന്റെ സംസ്കാരം ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള വിദ്യാർത്ഥിയാകുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകുന്നവരായി മാറണം നമ്മൾ. അത്തരത്തിൽ മുന്നോട്ട് പോകുന്നവരായി മാറണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ചോദ്യമല്ല പ്രധാനം, ചോദ്യമല്ല, ഉത്തരമല്ല പ്രധാനം, ചോദ്യമാണ്. ചോദ്യങ്ങൾ ചോദിക്കുക.
ഞാനിപ്പോ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവാ. ഉത്തരം അറിയാത്ത ഒരാൾ കൂടിയില്ല, പേടിക്കണ്ട. ഇപ്പൊ ഞാൻ ചോദിച്ച പോലത്തെ ചോദ്യമൊന്നുമല്ല. ഞാനിപ്പോ നിങ്ങളോട് ചോദ്യം ചോദിക്കും, അത് ഉത്തരം പറയുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾ നല്ല സമർത്ഥരാണ്. പക്ഷെ എന്നിട്ടും എന്തേ IAS പരീക്ഷയിൽ നമ്മൾ 1ാം റാങ്കിലും 2ാം റാങ്കിലും കിട്ടുന്ന അപൂർവ കുട്ടികൾ ഉണ്ടെങ്കിലും നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥങ്ങൾ, കേരളത്തിലെ കലക്ടർമാരധികവും കേരളത്തിന് പുറത്തുള്ളവരാണ്. താരതമ്യേന വിവരം കുറവരാന്ന് പറയുന്ന ബീഹാറുകാരാണ് ഏറ്റവും കൂടുതൽ IAS ജയിച്ചു വരുന്നത്. എന്താണത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ നല്ല മാർക്കുള്ള കുട്ടികളാണ്, പക്ഷേ പ്രതികരിക്കാൻ സമയമെടുക്കും. പെട്ടെന്ന് ഉത്തരം കണ്ടെത്തില്ല. ചോദിച്ചാൽ ഒരു സ്കൂളിൽ നിന്നൊരു കുട്ടി ഒന്ന് സ്റ്റേജിലേക്ക് കയറി വരൂ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും ഞാൻ ഒഴിച്ച് ആരെങ്കിലും പോയിക്കൊള്ളണം, ഞാൻ പോവില്ല എന്ന നിലപാടാണ്. ഇത് തിരുത്തണം. എല്ലാവരും തിരിഞ്ഞു നോക്കൂ, ആരാ പോന്നു. അടുത്ത കുട്ടിയോട് നീ പോട്. ഇതാണ് പ്രശ്നം. ഞാൻ തയ്യാറാണെന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ട് വരാൻ കുട്ടികൾക്ക് കഴിയണം. മറ്റുള്ളവരെന്ത് നോക്കുന്നോ, മറ്റുള്ളവരുടെ മുന്നിൽ നാണമാണ്. പെൺകുട്ടികളാ പിന്നെയും സ്മാർട്ടിപ്പോ. ആൺകുട്ടികൾ ഭയങ്കര നാണം കുടുങ്ങികളാണ് മിക്ക സ്കൂളുകളിൽ. ഒരാൺകുട്ടിയോട് എന്തെങ്കിലും ഒന്ന് സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞാൽ 50 പൈസേന്റെ സഞ്ചി അടുപ്പിലിട്ട പോലെ, അയ്യോ എന്നെ വിളിക്കല്ല, ചുള്ളിങ്ങി മടങ്ങി പോവുക. ഇത് പരിഹരിക്കാൻ പറ്റണം, എനർജറ്റിക് ആവണം. ഇപ്പൊ ഞാനിപ്പോ ഈ ചോദ്യം ചോദിച്ചാൽ ഉത്തരം അറിയുന്നവരും എല്ലാം മെല്ലെ പറയും. ഞാൻ പറഞ്ഞോന്ന് ചോദിച്ചാൽ പറഞ്ഞു, എന്നാ പറഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല. അന്ന മട്ടിൽ മർമറിങ് വേണ്ട, ഉച്ചത്തിൽ പറയാൻ കഴിയുമോ എങ്കിൽ പറഞ്ഞാൽ മതി. ചോദ്യം സിമ്പിളാ. ചോദ്യം ഇതാണ്, തേനുണ്ടാക്കുന്ന ആരാ? ഒന്ന് പറയൂ. തേനുണ്ടാക്കുന്ന ആരാ? തേനീച്ച. എല്ലാവരും ഉത്തരം പറഞ്ഞു അല്ലേ? കുറച്ചുകൂടി ഒച്ച വന്നു, ഞാനത് മുൻകൂർ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഉത്തരം തെറ്റാണ്. തേനീച്ച ഇതുവരെ ഒരു തുള്ളി തേനുണ്ടാക്കിയിട്ടില്ല. ഞാൻ ഒന്നുകൂടി ചാൻസ് തരാം. തേനുണ്ടാക്കുന്ന ആരാ? യെസ്, ഉത്തരം ശരിയായി. ഇതിൽ നിന്ന് നമുക്ക് പ്ലസ്സിലെത്താം. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി നിങ്ങൾ ആദ്യം പറഞ്ഞ ഉത്തരം നിലവിൽ ഉന്നതമായി ചിന്തിക്കുകയോ ആഴത്തിൽ പരിശോധിക്കുകയോ ചെയ്യാതെ നിലവിലുള്ള നിങ്ങളുടെ സാധാരണ ധാരണയായി. എല്ലാവരും പറയുമ്പോൾ യെസ്, സാധാരണ ധാരണ. അത് എക്സാ, മനസ്സിലായോ? സാധാരണ ധാരണ എക്സാ. പക്ഷെ ഇങ്ങനെ വരച്ചാൽ മൈനസാ, പ്ലസ് അല്ല. മനസ്സിലായോ? തെറ്റിപ്പോയില്ലേ? സാധാരണ ധാരണകളല്ല യഥാർത്ഥത്തിൽ ഉത്തരം. അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ചു, വരച്ചു, അപ്പൊ പ്ലസ്സായി. രണ്ടാമത്തെ ഉത്തരം പൂവാണെന്ന് പറഞ്ഞപ്പോ പ്ലസ്സായി. പിടികിട്ടിയോ? ഇപ്പൊ A+ എന്താന്ന് മനസ്സിലായോ? പരന്ന വായന, ആഴത്തിലുള്ള ചിന്ത. പിടികിട്ടിയോ? പരന്ന വായന കൊണ്ട് മാത്രം എന്ത് കാര്യം? ആഴത്തിൽ ചിന്തിക്കണം. പിന്നെ മറ്റൊരു പ്ലസ് ഉണ്ട്. ഇന്ത്യ കണ്ട ആദ്യത്തെ A+കാരൻ ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അദ്ദേഹം ഒരു പരീക്ഷയിലും റാങ്ക് കിട്ടിയില്ല, നന്നായി പ്രസംഗിക്കാൻ കഴിവുണ്ടായിരുന്നില്ല, കണ്ടാൽ ഒരു പേഴ്സണാലിറ്റിയില്ല, മൊട്ട തലയനാണ്, നല്ലൊരു വോട്ട് വരെ ഇടൂല, ഒരു നല്ല ഗൗരവമുള്ള സിംഹ ശബ്ദവുമില്ല, ഒരു പെണ്ണുങ്ങളെ കൂറ്റാണ് അല്ലേ? അങ്ങനെയുള്ള മനുഷ്യനാണ് ഇന്ത്യ കണ്ട ആദ്യത്തെ A+കാരൻ. ആരാണത്? അദ്ദേഹത്തിന്റെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. എങ്ങനെയാണ് ഗാന്ധി A+കാരനാവുന്നത്? ഗാന്ധിയുടെ പേരിൽ അതിന് ഉത്തരമുണ്ട്, കരംചന്ദ്. എന്താ കരംചന്ദ്? കർമ്മചിന്ത. കർമ്മവും ചിന്തയും ഒത്തുചേരുമ്പോൾ മാത്രമാണ് നമ്മൾ വിജയിക്കുന്നത്. കർമ്മം, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. നമ്മുടെ കുട്ടികൾ വീട്ടിൽ എന്താ, മോനെ നീ ഒന്ന് പീടിയെ പോവാ, കുറച്ച് ചെയ്യട്ടെ, നാളെ രാവിലെ പോവാ, ഇത് പറയുന്ന കുട്ടികളാണ് ഭൂരിപക്ഷം അല്ലേ? പിന്നെ ആക്കാം. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യോ? ഇല്ല, പിന്നെ ആക്കാം. ഈ സ്വഭാവം നമ്മളെ പറ്റിക്കുന്നു. ഇപ്പൊ അമേരിക്ക ലോകത്തിന്റെ പോലീസുകാരനായി ലോകത്ത് മൊത്തം കൊളാക്കിയിട്ടുള്ള ഭ്രാന്തനായ ഒരു ഭരണാധികാരിയാണ് അധികാരത്തിൽ വന്നത്, ട്രംപ്. പക്ഷെ എന്നിട്ടും അമേരിക്കക്കാർ ഇന്നും ഈ യുദ്ധം മുഴുവൻ ഉണ്ടാക്കിയിട്ട്, ഈ ചൊറ മുഴുവൻ ഉണ്ടാക്കിയിട്ട് അവർ നമ്പർ 1. അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കുമ്പോ
ഇന്ത്യയിൽ അതിനേക്കാൾ 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടോ. നളന്ദ തക്ഷശില സർവകലാശാല. അന്ന് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അറിയില്ല. അങ്ങനെ ഒരു രാജ്യമുള്ളത് ലോകം അറിയില്ല. നാരദൻ എന്ന് പറയുന്ന ഒരു പുരാണത്തിൽ ഒരു കഥാപാത്രമുണ്ട്, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ആളാ. പക്ഷെ ഇതുവരെ അമേരിക്ക പോയില്ല. കാരണം നാരദന്റെ കഥ എഴുതുന്ന കാലത്ത് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അമേരിക്കക്കാര് ഭയങ്കരന്മാര്. പണ്ടേ പുരാണങ്ങളും ഇതിഹാസങ്ങളെല്ലാം എഴുതി എന്ന് പറയുന്ന നമ്മള് അല്ലേ, ഉപനിഷത്തുകൾ, വേദങ്ങൾ, ഗീതയൊക്കെ ഉണ്ടാക്കിയ നാട് നമ്മുടേത്. ആനന്ദവർദ്ധനന്റെ ധുന്യാലോകവും ഭരതമുനിയുടെ നാട്യശാസ്ത്രവും എഴുതിയ നാട്. ഈ നാട് പട്ടിണി റാങ്കിങ്ങിൽ 103-ാം സ്ഥാനത്താ ഇന്ത്യ. 3-ാം സ്ഥാനത്തുണ്ട്. നമ്മൾ ഏതിലാന്നറിയോ? കുട്ടികൾ മരിക്കുന്ന രംഗത്തിൽ നമ്മൾ 3-ാം സ്ഥാനത്താ. കുട്ടികൾ, ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിച്ചു വീഴുന്നത് 2 ആഫ്രിക്കൻ രാജ്യങ്ങൾ കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്താണ് നമ്മൾ ഇന്ത്യ. എന്ത് പറ്റി നമുക്ക്? വിവരമില്ലാഞ്ഞിട്ടാണോ? പ്രകൃതി വിഭവങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിച്ചിട്ട് കാലം എത്രയായി? മെൻഡലിയഫിന്റെ പട്ടികയും 104 മൂലകങ്ങളും, ആ മൂലകങ്ങൾ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ട്യൂബും ഫണലും ഉപയോഗിച്ച് ലാബറട്ടറികളിൽ നടത്തിയ പരീക്ഷണവും അതിലൂടെ മരുന്ന് കണ്ടുപിടിച്ചു. രോഗം കണ്ടെത്താൻ സ്റ്റെതസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, എക്സ്റേ, സ്കാനിങ് എല്ലാം കണ്ടുപിടിച്ചിട്ട് 100-200 കൊല്ലത്തിനിപ്പുറല്ലേ ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറയുന്ന മോഡേൺ മെഡിസിൻ വികസിപ്പിച്ചത്. എന്നാൽ ഒരു ലാബറട്ടറിയും ടെസ്റ്റ് ട്യൂബും ഫണലും സ്റ്റെതസ്കോപ്പും മൈക്രോസ്കോപ്പും ഒന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും വായിലിട്ട് ചവച്ചരച്ചു നോക്കി വാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന് മനസ്സിലാക്കി ആയിരക്കണക്കിന് കഷായം, അരിഷ്ടം, ലേഹ്യം, വടകം, തൈലം, ഗുളികകൾ, ലേഹ്യങ്ങൾ ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവനിയും നമ്മുടെ നാട്ടുകാരനായിരുന്നില്ലേ? നമ്മുടെ നാട്ടുകാരായിരുന്നു. ഇത്രയും ബുദ്ധിമാനും ഇന്നും നമ്മൾ ആയുർവേദ ചികിത്സ നടത്തുന്നില്ലേ? ഇത്രയും ബുദ്ധിമാന്മാരുണ്ടായിട്ട് നമ്മുടെ രാജ്യം ഈ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ, ഈ റോഡിലും ഓഡിറ്റോറിയത്തിലും ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ട് പറഞ്ഞാട്ടെങ്ങൾ? നമ്മള് പ്രവിശാല ഭാരതത്തിൽ കണ്ടുപിടിച്ച എന്തെങ്കിലും ഇവിടെ? ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഫോണ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ബൾബ് കണ്ടുപിടിച്ചത്, ഫാന് കണ്ടുപിടിച്ചത്, നിങ്ങളിരിക്കുന്ന കസേര പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചത്, ഈ റോഡിനിട്ട താറ് കണ്ടുപിടിച്ചത്, ഞാൻ വന്ന കാറ് കണ്ടുപിടിച്ചത്, ട്രെയിന് കണ്ടുപിടിച്ചത് എല്ലാം വിദേശത്താ. ഇത്രയും ബുദ്ധിമാന്മാരുണ്ടായിട്ട് എന്തു പറ്റി നമുക്ക്? നമ്മൾ ആലോചിക്കണം. അതിനൊരു തമാശയായിട്ടൊരു കാര്യം പറയാറുണ്ട്. അമേരിക്കക്കാരന്റെ സ്വഭാവം അമേരിക്കൻ എന്ന് എഴുതിയാൽ അവസാനത്തെ 4 അക്ഷരം. അമേരിക്കന്റെ സ്പെല്ലിംഗ് AMERICAN, ICAN, അവസാനത്തെ 4 അക്ഷരം ICAN. ഐ കാൻ. ഒന്നും ആവില്ല എന്ന് പറയും. എന്ത് റെഡി അവര്? ഐ കാൻ. ഇന്ത്യക്കാരുടെ കുഴപ്പം എന്താ? ഇന്ത്യക്കാരുടെ കുഴപ്പം ഇന്ത്യന്റെ അവസാനത്തെ 2 അക്ഷരം നമ്മളെ സ്വഭാവം. IND, അയ്യേ. അത് നടക്കൂലേ? അയ്യ, അത് പിന്നെയാക്കാം. അയ്യേയിൽ നിന്ന് ഐ ക്യാനിലേക്ക് മാറാൻ ഇന്ത്യക്കാർക്ക് കഴിയുന്ന കാലത്തെ ഇന്ത്യക്ക് മോചനമുള്ളൂ. നമ്മള് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ആടൊരു നേർച്ച കൊടുക്ക്, ഒരു ലോട്ടറി ഓണം ബമ്പർ എടുത്തിട്ട് നോക്കാം അല്ലേ? അന്വേഷികളാ മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ജീവിതത്തെ നരകതുല്യമാക്കുന്ന വിഡ്ഢികളാണ് ഒരുപാട് കാലം ഇന്ത്യ നിയന്ത്രിച്ചത്. അതാ പറ്റിയത്. മരിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും അല്ലേ? അതാ പ്രധാനം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പാർട്ടിന്റെ ജാഥക്ക് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ചു പോകുമ്പോ ആ ജാഥയിൽ ഏതെങ്കിലും വീട്ടിൽ അമ്പലത്തുനിന്നോ വിളക്ക് കത്തുന്നാണ്ട അപ്പൊ ഇങ്ങനെയാക്കുമല്ല കുറേ ആള്. എന്തിനാണെന്നറിയോ ഇങ്ങനെ ആക്കുന്ന? എന്തിനാ? അഥവാ മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നെങ്കിൽ ജില്ലാ സെക്രട്ടറിന്റെ കത്തെടുക്കൂലല്ലോ. ആടാ നിങ്ങൾക്ക് ആവശ്യം തന്നെ നിൽക്കട്ടെ എന്നാ. മരണാനന്തര രോഗത്തെ കേന്ദ്രീകരിച്ച് ജീവിതം നരകതുല്യമാക്കിയ വിഡ്ഢികളായിട്ട് നിങ്ങൾ മാറരുത് മക്കളെ. നിങ്ങളുടെ ദൈവവിശ്വാസമൊക്കെ നിങ്ങളുടെ സ്വന്തം സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ തീരുമാനമാണ്. അത് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോ. പക്ഷേ
പണ്ടാരോ പടച്ചുവിട്ട മോക്ഷസങ്കല്പത്തിലും വിധിവിശ്വാസത്തിലും അടിമയായിട്ട് കാലിനൊരു കറുത്ത ചരട് കിട്ടിയാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമെന്ന് നിങ്ങളെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഇവിടെയുള്ള കുട്ടികളിൽ ഒരു 25% ഈ കാലിന് ചരട് കെട്ടിയിട്ടുണ്ടാവും. ഈ ചരട് എന്ന് അയച്ചു ചാടുന്നോ അന്നേ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു. ഇവിടെ 25% കുട്ടികളുടെ കാല് തപ്പി വെക്ക് ചരട് കെട്ടിയിട്ടുണ്ടാവും. ഇമലാണ് അവനവന്റെ കയ്യിലെ അധ്വാനത്തിലും അവനവന്റെ ബുദ്ധിയിലും വിശ്വാസമില്ല. ഏതെങ്കിലും പൊട്ടൻ മന്ത്രിച്ച് കെട്ടി തന്ന ചരടിലാ വിശ്വാസം, അല്ലേ? അതാണ്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം, പണിയെടുക്കാൻ തയ്യാറാവണം. എന്ത് പണിയെടുക്കാൻ തയ്യാറാണ്? അതുപോലെ ചിന്തയും ഉണ്ടാവണം. ഇത് രണ്ടിനെയും കൂട്ടിച്ചേർത്ത് കൊണ്ട് മുന്നോട്ട് പോകുമ്പോ കർമ്മചിന്ത ഗാന്ധി, അതാണ് ഗാന്ധി ആദ്യത്തെ A+ ആണെന്ന് പറയാൻ കാരണം. മനസ്സിലായില്ലേ? മുന്നോട്ട് പോവുക. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും, ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊരു കോളേജിൽ BBA പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുക്കാം. BBA ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു, സ്വന്തം അച്ഛന്റെ അമ്മയുടെയും സിവിൽ പോയിന്റ് അറിയുന്ന കുട്ടികൾ എത്രയുണ്ട്? നിങ്ങൾ അറിയില്ലെങ്കിൽ അച്ഛനും അമ്മക്കും അറിയാവോ? പല കുട്ടികൾക്കും അറിയില്ല. സ്വന്തം അച്ഛന്റെ അമ്മയുടെയും സിവിൽ പോയിന്റ് കണ്ടെത്താൻ പറ്റാത്തവൻ BComനും BBAക്കും പഠിച്ചിട്ടെന്താ? പ്രായോഗിക ജീവിതം വേണ്ടേ? ഇവിടെ എത്ര പേർക്ക് അറിയാം സ്വന്തം സിവിൽ പോയിന്റ്? സിവിൽ പോയിന്റ് അറിയുന്നവരൊന്ന് കൈവക്കുക. സ്വന്തം സിവിൽ പോയിന്റ് അറിയുന്നവരൊന്ന് കൈവക്കുക. ഒരാളെ കൈവക്കുക. ആന്നാത് എന്നാ പലരും ചിന്തിക്കുന്നത്. എന്തെന്നാ ചില കാലം കുറെ പണ്ടത്തെ പോലെ ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാൻ ആധാരവും കുടിക്കട സർട്ടിഫിക്കറ്റും ശമ്പള സർട്ടിഫിക്കറ്റും പോയാലുള്ള ലോണ് കൊടുക്കുന്ന സംവിധാനമെല്ലാം പോയി. നിങ്ങളുടെ വിശ്വാസ്യത ഒരു പ്രധാന ഘടകമാണ്. നിങ്ങൾ ഇന്റർനാഷണൽ ജേണലുകളിൽ നിങ്ങൾ സയൻസ് BSc പഠിക്കുന്ന ഒരു കുട്ടി ഏതൊക്കെ ഇന്റർനാഷണൽ സയൻസ് ജേണലുകൾ വായിച്ചിട്ടുണ്ട്? ഏറ്റവും പുതിയ പ്രൊജക്ട് തിയറി നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ചോദിച്ചിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ തീർന്നു നിങ്ങളുടെ കാര്യം. 1200 1100 മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയുണ്ട് എന്റെ നാട്ടിൽ. +2 ഫുൾ മാർക്കാ. പക്ഷെ ആ കുട്ടിയുടെ അമ്മ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടിട്ട കരച്ചില്ല. ഞാൻ ചോദിച്ചെന്താ? എന്റെ കുട്ടി BSc അപേക്ഷയിൽ വെയിറ്റിംഗ് ലിസ്റ്റാ. ഫുൾ മാർക്ക് കിട്ടിയിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂലേ എന്ന് പറയാ പെണ്ണുങ്ങൾ. ഫുൾ മാർക്ക് കിട്ടുക എന്റെ കുട്ടിക്ക്, അതിലും വേറെ ഉണ്ടോ ആള്? എന്നിട്ട് എന്റെ കുട്ടിക്ക് വെയിറ്റിംഗ് ലിസ്റ്റ്. എന്താ? കുട്ടിക്ക് NCC ഇല്ല, NSS ഇല്ല, ഒരു കുന്തവും ഇല്ല, വെറും പഠിപ്പ്. അത് പോരാ. നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് പ്രധാനം. ആ പേഴ്സണാലിറ്റി നിരന്തരം മൊബൈലും എത്ര ഗെയിം കളിച്ചു നോക്കിയിട്ടൊന്നുമല്ല നിങ്ങളുടെ പേഴ്സണാലിറ്റി നിശ്ചയിക്കുക. പണ്ടെല്ലാം TV വന്ന ആദ്യത്തെ കാലത്ത്, TV വന്ന ഉടനെ നമ്മളെല്ലാവരും ദൂരദർശൻ ചാനലിൽ വൈകുന്നേരം 4 മണിന്റെ സിനിമക്ക് പോയിട്ട് ഓരോ വീട്ടിൽ, എല്ലാ വീട്ടിലൊന്നും TV ഉണ്ടാവില്ല. ഹൈലാൻഡിന്റെ മുള്ളു പോലത്തെ ഒരു സാധനം മാവിന്റെ മേലെ കെട്ടിയിട്ട് ആ TV കണ്ടിരുന്നില്ലേ? ആ TV ഉള്ള വീട്ടിൽ വരാന്തയിൽ സണ്ടം വീഴുമായിരുന്നു ഈ സിനിമ കാണാൻ വേണ്ടി, അല്ലേ? TV വ്യാപകമായി. ഇപ്പൊ ആരെങ്കിലും പോയിരുന്ന് സിനിമ കാണലുണ്ടോ? TV ഉണ്ടോ? ഇല്ല. ഇപ്പൊ ക്രിക്കറ്റോ അതുപോലെ വാർത്തയോ ചർച്ചയോ ഒക്കെ കാണുന്നില്ല. അതുപോലെ മൊബൈൽ ഫോൺ വന്നപ്പോ ഇത് കൈമന്ന് വിടാതെ നടക്കുന്ന കുട്ടികളെ നിങ്ങൾ അറിയുമോ? 5G ജനറേഷൻ, ജെൻസി അൽഫ വന്നു. ജെൻസി അൽഫ അറിയാവോ? ജെൻസി എന്ന് പറഞ്ഞാൽ XYZ അവസാനത്തെ അക്ഷര സെഡ്, അതാ ജനറേഷൻ സെഡ്, അതാ ജെൻസി. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ജനിച്ചകൾ അവര് ആൽഫ എന്ന് പറഞ്ഞാൽ റോമൻ ലെറ്ററിലെ ആദ്യത്തെ അക്ഷരത്തിനാണ് ആൽഫ എന്ന് പറയുക. നമ്മള് തലശ്ശേരിയില് വണ്ടീന്റെ നമ്പർ KL 58A കഴിഞ്ഞാൽ പിന്നെ AA പിന്നെ AB എന്ന് പറയും പോലെ ജെൻസി കഴിഞ്ഞപ്പോ ജെൻസി നമ്പർ 1 ആൽഫ. ആ ആൽഫ കുട്ടികൾ, വിദേശത്തുള്ള കുട്ടികളുണ്ടല്ലോ, അവർ ഇതിന്റെ അഡിക്റ്റായ കുട്ടികളെ പരിഹസിക്കുന്ന നാട്ടുകാർ. മൊബൈൽ വന്ന ഉടനെ ഒരു ഭ്രാന്തെല്ലാം ഉണ്ടാവും. പക്ഷെ ഇപ്പോഴും ഈ ഗെയിമും കളിച്ച് റീലും നോക്കി ഇരിക്കുന്ന വിദ്യാർത്ഥികളായ പൊട്ടന്മാര് ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, അവരോട് എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും ബുദ്ധികളായി പോകരുത് മക്കളെ.
അല്പനേരമൊക്കെ നോക്കുന്നതിൽ കുഴപ്പമില്ല. ഈ സാധനം ജനിച്ചത്, ഈ സാധനം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, നിങ്ങൾ ജനിച്ചത് ഇതിനു വേണ്ടിയിട്ടാണോ? ഇത് ഉപയോഗിക്കുന്ന തെറ്റൊന്നുമില്ല. ഇതിൽ പുതിയ പുതിയ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നന്നായി ഗവേഷണം നടത്തുന്ന കുട്ടികളുണ്ട്. ഇതൊരു മിനി കമ്പ്യൂട്ടറാ. പക്ഷെ അതിലിപ്പോ നോക്കിയിട്ട് ഗെയിമും കളിക്കുക. ഒരു ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന ചെക്കൻ ഞാനൊരു വീട്ടിൽ ചെന്ന് നോക്കുമ്പോ വാതിലടച്ചിട്ട് അവൻ ആത്തുനിന്ന് പഠിക്കുന്ന ഭയങ്കര പഠിപ്പാണ്, വിളിക്കണ്ടല്ലോ. ഞാൻ എന്നിട്ട് അവന്റെ വാതിലിന് ചെവി ഓർക്കുമ്പോ 5ാം ക്ലാസ്സിലെ പിള്ളേർ വണ്ടി ഓടിക്കൽ, അതിന്റെ ഒച്ചയാണ് കേൾക്കുന്നത്. ഓടിക്കുക, ഡിഗ്രി ഫൈനലാവാൻ. ഇത്തരത്തിലുള്ള വിഡ്ഢിത്തത്തിന്റെ വാലിൽ കെട്ടിയിട്ട് പോകരുത് നിങ്ങൾ. ലോകം അത്ര വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുക. ആ ചലനത്തിന്റെ കൂടെ നിങ്ങൾ ചലിക്കണം. നിങ്ങൾ പണമുണ്ടാക്കാൻ വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറുക്കു വഴിയായിട്ട് വിദ്യാഭ്യാസത്തെ കാണരുത്. എന്തിനാ ഫുൾ A+ വാങ്ങുന്ന? എൻട്രൻസ് കോച്ചിങ്ങിന് ചേർന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ പേര് വരാൻ, പേര് വന്നിട്ടോ പ്രൊഫഷണൽ കോഴ്സിൽ ചേരാൻ, ചേർന്നിട്ടോ പ്ലേസ്മെന്റ് കിട്ടാൻ. പ്ലേസ്മെന്റ് കിട്ടിയാൽ ജോലി കിട്ടി, ജോലി കിട്ടിയാലോ ശമ്പളം കിട്ടി, ശമ്പളം കിട്ടിയാലോ പിന്നെന്താ? ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ കൊട്ടാരം പോലത്തെ ഒരു വീട് എടുക്കണം ആദ്യം, അല്ലേ? എന്നിട്ട് വീടിന് ആനക്ക് കടക്കാൻ പറ്റാത്ത മതിൽ കെട്ടണം ചുറ്റുവട്ടം. ഭയങ്കര മതില, എത്ര വലിയ മതില കെട്ടും. എന്നിട്ട് അവിടെ റിമോട്ട് കൺട്രോളിന്റെ ഒരു ഗേറ്റ് പിടിപ്പിക്കണം. റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ്. ഈ റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പിടിപ്പിച്ച മുഴുവൻ കുടുംബത്തിനും ഭിന്നശേഷിക്കാരെ പെൻഷൻ കൊടുക്കണം. പ്രസിഡന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുക, ഭിന്നശേഷിക്കാരെ പെൻഷൻ കൊടുക്കണം. കാരണം ഈ ഗേറ്റ് തുറക്കാൻ ഈ വിദ്വാന്മാർക്ക് ഒന്ന് മുറ്റത്തിറങ്ങാൻ എല്ലാത്തിൻ്റെ ഈ കാല് ആടിപ്പോയി. ഒന്ന് മുറ്റത്തിറങ്ങി ഗേറ്റ് തുറന്നു കൊടുക്കാൻ കാലില്ലെങ്കിൽ പിന്നെ ആ കാലെന്തിനാ? അതാ പറഞ്ഞ ഭിന്നശേഷിക്കാരെ പെൻഷൻ കൊടുക്കണം. എല്ലാ വീട്ടിലും ഇഷ്ടം പോലെ ചെടിയുണ്ട്, ചെടി വാങ്ങി പിടിപ്പിക്കുക. എല്ലാടി നല്ല ചെടിയാ. ആര് കാണാനാ? നാട്ടുകാരെ കാണാൻ വിടൂല, മതിൽ കെട്ടി മറിച്ചിട്ടുണ്ട്. വീട്ടുകാർ കാണുമോ? വാതിൽ ഓർക്കൂല. ഒരൊറ്റ വീടിന്റെ വാതിൽ ഓർക്കൂല. വീട് അടച്ചിട്ട് അകത്ത് കുഴിച്ചിട്ടിന് എല്ലാത്തിനും. ഒന്ന് വാതിൽ തുറന്ന് മുറ്റത്തിറങ്ങുമോ? നാട്ടുകാരെ കാണുമോ? ഇല്ല. ഈ പുഷ്പങ്ങളവിടെ സംസാരിക്കുവോ? അവിടെ വരുന്ന പൂമ്പാറ്റകളെ നോക്കുവോ? ഒന്നുമില്ല. മനുഷ്യരിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഒരു നായിനെ വാങ്ങിപ്പോറ്റു. എന്നിട്ട് രാത്രി ഒരു 9:30-10 മണിക്ക് ഗേറ്റ് തുറക്കും. എന്തിനാ ഗേറ്റ് തുറക്കുന്നത്? അപ്പുറത്തെ വീട്ടിലെ വല്യമ്മക്ക് സുഖമില്ല, ഒന്ന് ചെന്ന് നോക്കാനാ? അല്ല. ഇപ്പുറത്തെ വീട്ടിലെ ചെക്കൻ ഒരുപാട് കാലമായല്ലോ പെണ്ണന്വേഷിക്കും, നേടിക്ക് സെറ്റായ മോനെന്ന് അന്വേഷിക്കാനാ? അല്ല. അതിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ചെക്കൻ ഏടിയാടാ ഡിഗ്രിക്ക് ചേരുന്നെന്ന് അന്വേഷിക്കാനാ? അല്ല. പിന്നെ എന്തിനാ ഗേറ്റ് തുറക്കുന്നറിയോ? ഈ നായിനെ തൂറാൻ കൊണ്ടാക്കാൻ മാത്രം ഗേറ്റ് തുറക്കും. അതിന് ചങ്ങലയും പിടിച്ചിങ്ങനെ പോവും. അങ്ങനത്തെ ഒരു കഴുതകളുടെ കൂട്ടത്തിൽ ഒരു കഴുതയാവാനാണോ നിങ്ങൾ ഈ A+ വാങ്ങുന്നത്? നിങ്ങൾ പഠിക്കുന്നത്? പട്ടിയയുടെ ചങ്ങലയും പിടിച്ച് പോകുമ്പോൾ ഒരാൾ, നാട്ടുകാരൻ ചോദിച്ചു, ഈ കഴുതേനെയും കൊണ്ട് എങ്ങോട്ടാന്ന്? അപ്പൊ അയാൾ ചോദിച്ചു, നിനക്ക് കണ്ണില്ലേ? ഇത് കഴുതിയല്ലടാ, പട്ടിയാണ്. അപ്പൊ അയാൾ പറഞ്ഞു, അത് പട്ടിയാന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ പട്ടിയോട് ചോദിച്ചതാ, ഈ കഴുതേനെയും കൊണ്ട് എങ്ങോട്ടാന്ന്. മനസ്സിലായോ? അത്തരത്തിലുള്ള ഒരു കഴുതയായി മാറാനല്ല നമ്മുടെ അറിവ്. നമ്മുടെ അറിവ് എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും എൻ്റെ നാടിന്റെയും എൻ്റെ കാലത്തിന്റെയും എൻ്റെ ദേശത്തിന്റെയും വികാസത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിയണം. നിങ്ങൾക്ക് ഈ സമ്മാനം തരുമ്പോ ഇവർ സമ്മാനം എന്ന വാക്കിന്റെ അർത്ഥം അറിയാം. സമ്മാനം എന്ന് പറഞ്ഞാൽ സമ്യക്കായി മാനിക്കുന്നത്, നല്ല മനസ്സോടെ ബഹുമാനിക്കുന്നതാ. നമ്മൾ കല്യാണ വീട്ടിൽ കല്യാണത്തിന് കവറിലാക്കിയിട്ട് 500, 1000 എല്ലാം കൊടുക്കുന്ന സമ്മാനമല്ല. നല്ല മനസ്സില്ല. എൻ്റെ മോളെ കല്യാണം വരുമ്പോൾ 500 കൂട്ടി ഇങ്ങോട്ട് തരണമെന്ന് ഉദ്ദേശമുണ്ട്. എന്നാൽ ഇത് തരുമ്പോൾ ഈ നിറം ക്ലബ്ബുകാർക്ക്, നിങ്ങളെല്ലാവരും ജയിച്ച് ജോലി കിട്ടിയാൽ നിറം ക്ലബിന് ഒരു 1000 ഉറുപ്പിക വെച്ച് സംഭാവന ചെയ്യണമെന്നൊന്നും ഇവർ പറയുന്നില്ല, ഇവർക്ക് ഉദ്ദേശമില്ല. പിന്നെ എന്താ? സമ്യക്കായി നല്ല മനസ്സോടെ നിങ്ങളെ ബഹുമാനിക്കുമ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ ദേശത്തിന്റെയും ഈ കാലത്തിന്റെയും പ്രതീതികളാവണമെന്ന്. നിങ്ങൾ ഈ നാടുമായിട്ട് നമ്മളെ അറിയാത്തവർ, നമ്മളറിയാത്തവരാണ് നാട്ടിൽ കൂടുതൽ. നാട്ടിലാർക്കും നമ്മളെ അറിയില്ല, നമുക്ക് നാട്ടിൽ ആരും അറിയില്ല. ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാകരുത്. മനുഷ്യപ്പറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ മനുഷ്യപ്പറ്റില്ലെങ്കിൽ എല്ലാ അറിവും വ്യർത്ഥമാണ്. പൈസ മാത്രം കാര്യമില്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പൈസക്കാരന്റെ 2 മക്കൾ, അതിലൊരു മകൻ തന്റെ വിവാഹ വാർഷികത്തിന് ഭാര്യയ്ക്ക് സമ്മാനമായി കൊടുത്തത് 250 കോടി രൂപയുടെ ഒരു ഹെലികോപ്റ്ററാണ്. 250 കോടി ഉറുപ്പ്യന്റെ ഒരു ഹെലികോപ്റ്റർ.
ഇനിയിപ്പോൾ എടുത്ത് കുറച്ച് പെണ്ണുങ്ങൾ വീട്ടിൽ പോയിട്ട് പറയും, നിങ്ങളെല്ലാം എന്തിനാ കൊള്ളുക? നമ്മളെല്ലാം വിവാഹ വാർഷികത്തിന് പോയിട്ട് പാളവള തിളങ്ങുന്ന ഒരു സാരി എടുക്കാൻ പറയും. നോക്കുമ്പോൾ എത്ര പൈസ? 800 റുപ്യ. സ്റ്റിക്കർ പറിക്കുന്നു. സ്റ്റിക്കർ പറിച്ചിട്ട് 1300 ഒരു സ്റ്റിക്കർ അടി ഒട്ടിക്കുന്നു. എന്നിട്ട് കൊണ്ട കൊടുത്താൽ ഹായ്, വളരെ സന്തോഷമായി അല്ലേ? ഇത് നമ്മളെ വിവാഹ സമ്മാനം. കാലക്കേടി ഞാൻ പറഞ്ഞു പോയി കേട്ടോ, എൻ്റെ ഓളുണ്ടായിരുന്നു ഒന്നിച്ച് കേട്ടോ, ഞാൻ ഓർമ്മയില്ലാണ്ട് പറഞ്ഞു പോയി. അപ്പോ 250 കോടി രൂപ ഭാര്യയ്ക്ക് വിവാഹ വാർഷിക സമ്മാനം ഹെലികോപ്റ്റർ കൊടുത്ത ആ മനുഷ്യന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. കോടികൾ എത്രയുണ്ടെന്ന് അയാൾക്ക് പോലും കണക്കില്ല. പക്ഷേ 2 വർഷമായി ഉറങ്ങാത്തത്, സമാധാനമില്ലാത്തത് പശ്ചിമേഷ്യയിലെ യുദ്ധം കൊണ്ടല്ല, പെട്രോളിന്റെ വില വർധന കൊണ്ടല്ല. അതിന്റെ ലാഭം മുഴുവൻ ഇയാൾക്കാ, റിലയൻസിന്റെ മുതലാളിയാ. എന്തുകൊണ്ടാണ് ഉറങ്ങാത്തത്? ഞാനും അനുജനും മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചിട്ട് 2 വർഷമായി. ഒരേപോലെ കിടന്നുറങ്ങിയ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ട് 2 വർഷമായി. എന്ത് കാര്യമാണ്? ഒരുപാട് പണമുണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല. പണം എന്താണ്? പണം ബാങ്കിൽ ഇരുന്നാൽ അത് പണമല്ല. മണി ഈസ് വാട്ട് മണി ഡസ്. എക്കണോമിക്സിൽ ഒരു ചൊല്ലുണ്ട്, പണം എന്ത് ചെയ്യുന്നുവോ അതാണ് പണം. പണം ചലിക്കാനുള്ളതാണ്, ചലിക്കാതെ ഇരിക്കാനുള്ളതല്ല. പണം ചെലവഴിക്കണം, പണം ഉപയോഗിക്കണം, പണത്തെ സംരംഭങ്ങളാക്കണം. ഇനി എല്ലാവരും ജോലി ആരെങ്കിലും തരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാത്തിരിക്കരുത്. ജോലിയുടെ വഴി കണ്ടെത്തുന്നവനാണ് ഇനി രക്ഷപ്പെടാൻ പോകുന്നത്. സ്വയം ജോലി ഉണ്ടാക്കി അതിൽ ജോലി ചെയ്യുന്നവനാണ് രക്ഷപ്പെടാൻ പോകുന്നത്. അല്ലാതെ ആരെങ്കിലും ജോലി തരൂ എന്ന് പറഞ്ഞാൽ പുതിയ നിയമം വന്നോ, ഒരു ജോലിക്കും ഒരു ലേബർ ഓഫീസറും ഇടപെടില്ല, ഒരു സർക്കാരും ഇടപെടില്ല. വേണ്ടാന്ന് പറയുമ്പോൾ പോയിക്കൊള്ളുക, അതേ ഉള്ളൂ. ഒരു സ്ഥിരതയില്ലാത്ത ജോലിയാണ് ഇനി എല്ലാം. എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടുമോ? ഇല്ല. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് തോന്നുമ്പോ പിരിച്ചുവിടാം. കണ്ടില്ലേ കേരളത്തിൽ അവരുടെ ജീവിതത്തിന്റെ ആവാസ വ്യവസ്ഥ മുഴുവൻ ആ കമ്പനിയിൽ ജോലിയിൽ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഡിം അല്ലേ? ഇതേത് കാലത്ത് പണ്ട് തുലാഭാരം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം കുട്ടിക്ക് ഒരു കുപ്പായം വാങ്ങണം, ഒരു പായസം വെക്കണമെന്ന ആഗ്രഹത്തിൽ താൻ ജോലി ചെയ്യുന്ന കയർ ഫാക്ടറിയിൽ ബോണസ് വാങ്ങാൻ പോയ നസീർ കാണുന്നത് ഫാക്ടറി പൂട്ടി മുതലാളി ലേ ഓഫാക്കി സ്ഥലം വിട്ടിരിക്കുന്നു. ഇനി പണിയില്ല, കൂലിയില്ല, ബോണസില്ല. ദുഃഖിതനായിട്ട് തിരിച്ചു വരുമ്പോ ഭർത്താവ് ഓണവിഭവങ്ങളുമായി വരുമെന്ന പ്രതീക്ഷയിൽ ഭാര്യ ശാരദ കുട്ടിയെ തൊട്ടിലിട്ട് പാടുന്ന താരാട്ടുപാട്ട് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരു പഴയ പാട്ടാ. ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ ഉദ്ഘാടകൻ എത്തിച്ചു. താമരക്കുമ്പിളിൽ പനിനീര്. അപ്പൊ ഭർത്താവിന്റെ മറുപടി, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിലോരോ കുമ്പിൽ കണ്ണീര്. പിന്നെയും സ്വപ്നങ്ങൾ മെനയുന്നു. വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽ കഞ്ഞി. അതിന് മറുപടിയായിട്ട് കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി, കർക്കിടകത്തിൽ കരിക്കാടി. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്തുണ്ട് സൊല്യൂഷൻ? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിൽ പ്രതീക്ഷയർപ്പിച്ചിട്ട് ആ അമ്മ പറയാ, മോനെ ഒന്നുറങ്ങൂ, പൊന്നുഷസ് കണി കണ്ടുണരാനൊന്നുറങ്ങൂ. ആ പൊന്നുഷസ് കണി കണ്ടുണരാൻ വേണ്ടി അന്നത്തെ കുട്ടി സ്കൂളിൽ പോയി പഠിച്ച് പട്ടിണിയായ മനുഷ്യ പുസ്തകം കയ്യിൽ എടുത്തോളൂ എന്ന് പറഞ്ഞ് പഠിച്ച് അവൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, ജന്മിത്വ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തു, പോരാട്ടങ്ങൾ നടത്തി, കഷ്ടപ്പാടുണ്ടായി. അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇടിയും അടിയും വെടിയും കൊണ്ട് പോരാടിയതിന്റെ ഫലമായിട്ട് ഇന്ന് നമ്മൾക്ക് പുരകെട്ടി മേയുന്ന വീടില്ല, ഭക്ഷണത്തിന് മുട്ടില്ല, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല വസ്ത്രമുണ്ട്. ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോ ഇപ്പോൾ വീണ്ടും ആ കമ്പനിയുടെ പുതിയ ആളുകൾ നമ്മളോട് വന്നിട്ട് പറയാ, നീ 5 സ്റ്റാർ മുട്ടായി തിന്നാ മതി, നീ ഒന്നും ചെയ്യണ്ട. കണ്ടിട്ടുണ്ടോ കുട്ടികളെ? 5 സ്റ്റാർ മുട്ടായിന്റെ ഒരു പരസ്യം കണ്ടിട്ടുണ്ടോ? അതൊരു ലക്ഷണമാണ്.
ഒരു പയ്യൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് 5 സ്റ്റാർ മിഠായി തിന്ന് നീക്കുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ഒരു പ്രായമായ സ്ത്രീയുടെ ബാഗിൽ നിന്നെന്തോ ഒരു സാധനം റോഡിലേക്ക് ഉരുണ്ടുപോയി. ആ സ്ത്രീ പയ്യനോട് പറയാ, മോനെ ഒന്ന് എടുത്തുതാ മോനെ. അപ്പൊ പയ്യൻ ഈ മിഠായി തിന്നുന്നതിന്റെ തിരക്കിൽ എടുത്തു കൊടുത്തില്ല. കുറച്ചു നേരം കാത്തിട്ട് ഈ വല്യമ്മ തന്നെ എഴുന്നേറ്റ് റോഡിൽ ഇറങ്ങി സാധനം എടുക്കാൻ കുനിഞ്ഞതും ബസ് സ്റ്റോപ്പിന്റെ മേൽക്കൂര ഡിം എന്ന് പറഞ്ഞ് താഴുന്നു. ഇവൻ അത് എടുത്തു കൊടുത്തു വരുന്നുവെങ്കിൽ അതിൻ്റെ അടിയിൽപ്പെട്ടി വല്യമ്മ ചത്തുപോയി. ഇവൻ എടുത്തു കൊടുക്കാത്തത് കൊണ്ട് വല്യമ്മയുടെ ജീവൻ രക്ഷപ്പെട്ടു. അവർ രണ്ടുപേരും പരസ്പരം അത്ഭുതത്തോടെ നോക്കിയിട്ട് വല്യമ്മ പയ്യന്റെ അടുത്ത് വന്നിട്ട് പറയാ, താങ്ക് യു മോനെ, ഒന്നും ചെയ്യാത്തതിൽ. ഇത് കേൾക്കാൻ കാണാൻ നല്ല രസമുള്ള പരസ്യമാണ്, നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്. പക്ഷേ ഈ പരസ്യത്തിന്റെ ഉള്ളിൽ നിങ്ങളെ പറ്റിക്കുന്ന ഒരു ഭീകരമായിരിക്കുന്ന നെഗറ്റീവ് ഫിലോസഫി ഉണ്ട്. നമ്മുടെ യുവാക്കളോട് പറയാ, ഒന്നും ചെയ്യരുത്, ഇടപെടരുത്, ചോദ്യങ്ങൾ ചോദിക്കരുത്. കുഞ്ഞുണ്ണി മാഷുടെ കവിതയിൽ പറഞ്ഞതുപോലെ കണ്ണെടുത്ത് കുപ്പായ കീശയിലിട്ട് കാതെടുത്ത് കമഴ്ത്തി വെച്ച് തലയെടുത്ത് വയറ്റിൽ തിരികി നാവെടുത്ത് പുറത്തിട്ട് നാടെല്ലാം നടക്കുന്നതവനവനവനോ, നാടെല്ലാം നടക്കുന്നത് ഇവനിവനിവനോ. കണ്ണ് കുപ്പായ കീശയിലാണ്, പൈസ ഉണ്ടോന്ന് മാത്രം നോട്ടം. കാതെടുത്ത് കമഴ്ത്തി വെക്കുന്നോ, തിന്നണ്ട കാര്യത്തെ പറ്റി മാത്രം ചിന്ത, തലയെടുത്ത് വയറ്റിലാണ്. കാത് കമഴ്ത്തി വെച്ചിരിക്കുന്നു. റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച 500 പേരുടെ ബോട്ട് മുങ്ങി, 500 പേർ മരിച്ചു. അവരും ഈ ഭൂമിയിലെ മനുഷ്യരാ. അർജുൻ എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവർ ഒരു കുന്നിടിഞ്ഞിട്ട് പുഴയിൽ ഒലിച്ചു പോയിട്ടപ്പോ നമ്മൾ എത്ര ആഴ്ചകൾ അവന് വേണ്ടി കരഞ്ഞു, എത്ര ദിവസം നമ്മൾ TV ലൈവ് വന്നു. ഒരു ജീവന് വേണ്ടിയിട്ട് അത്രയും താല്പര്യപ്പെടുത്തപ്പോ 500 പേർ മരിച്ചിട്ട് ഒരു വാർത്ത പോലും അല്ല നമ്മുടെ നാട്ടിൽ, അല്ലേ? വാർത്ത പോലുമല്ല. കാത് കമഴ്ത്തി വെക്കുന്നു, തല ചിന്ത വയറ്റിലാണ്, തിന്നണ്ട കാര്യം. വൈകുന്നേരങ്ങളിൽ വായനശാലകൾ തേടി പോകുന്ന എത്ര യുവാക്കൾ വൈകുന്നേരങ്ങളിൽ മരണാനന്തര ബഹുനാമധാരിയെ തേടിയിട്ടല്ലേ പോക്ക്? മരണാനന്തര ബഹുനാമധാരി കേട്ടിട്ടുണ്ടോ? നമുക്കെല്ലാം ബഹുനാമങ്ങളുണ്ട്, പല പേരുണ്ടെങ്കിലും മരണാനന്തരം നമുക്ക് ഒരു പേരേ ഉള്ളൂ, ഏകനാമധാരിയാണ്. ഒന്നിക്ക് ശവം, അല്ലേ മയ്യത്ത്, അല്ലേ? ഒറ്റ പേരേ ഉള്ളൂ. എന്നാ മരിക്കുന്നവരെ കോഴിക്കും ഒറ്റ പേരേ ഉള്ളൂ, കോഴി. പക്ഷെ മരണാനന്തരം 28 പേരുണ്ട്. ഭക്ഷണം കഴിക്കണ്ടെന്ന്, ഇറച്ചി തിന്നണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ അതാണ് പ്രധാനം, ശരീരത്തിന്റെ ഉദരപൂരണമാണ് പ്രധാനം. ഒരു വായനശാലയിൽ ഒരു സെമിനാറിൽ പോകില്ല. സോമൻ കടലൂരിന്റെ ഒരു കവിതയുണ്ട്, ഹേ യുവാവേ നീ എവിടെയാണ്? മരണ വീടിന്റെ മഹാമൗനത്തിലില്ല, കല്യാണ വീടിന്റെ ആഘോഷങ്ങളിലില്ല, ജാഥയിലില്ല, നാട്ടിലെ ക്ലബിലില്ല, ഓണാഘോഷ പരിപാടിയിലില്ല. നിന്നെ കാണാൻ കൊതിയാകുന്നു. ഒരു നാടകം കാണാനില്ല. 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് ഒരു കുട്ടി 10 നാടകം കണ്ടിട്ടില്ലെങ്കിൽ അവനെ ഫുൾ A+ കൊടുക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. 10 നാടകമെങ്കിലും ഒരു കുട്ടി കണ്ടിരിക്കണം 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേ. കാണുമോ? ഇല്ല. കാരണം അത് 1.5 മണിക്കൂർ 2 മണിക്കൂർ കുത്തിയിരിക്കണ്ടേ. അപ്പോൾ മാറ്റാൻ പറ്റില്ല, റീല് മാറ്റാൻ പറ്റില്ല. 1-2 മിനിറ്റിൽ ഒതുങ്ങുന്നതിൽ അല്ലാത്തതൊന്നും ഞാൻ കാണില്ല, സ്പീഡാണ്. അത്തരത്തിൽ നമ്മുടെ യുവാക്കൾ മാറാൻ പാടില്ല. കാരണം നമ്മളാക്കിയത് അന്ന് ആരോ കണ്ട പൊന്നുഷസ് കണി കണ്ടുണർന്നാൻ വേണ്ടിയിട്ട് നടത്തിയ പോരാട്ടമാണ്. ഇപ്പോ ആ പോരാട്ടങ്ങൾ വിജയിച്ച് ഏതാണ്ട് ഒക്കെ ആയപ്പോ ഇപ്പൊ പുതിയ നിയമം വരിക, തോന്നുമ്പം പിരിച്ചുവിടാ, തോന്നുന്നത് ചെയ്യാം. അതുകൊണ്ട് തൊഴിൽ സ്ഥിരത എന്ന് പറയുന്നത് ഒന്നില്ലാതാവുക. അതുകൊണ്ട് ആരെങ്കിലും ജോലി തരൂ, ആരെങ്കിലും ജോലി തരൂ എന്ന് പറഞ്ഞു പോകുന്നതിന് പകരം ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്. നിങ്ങൾ മീന് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വിശന്ന് വലഞ്ഞ് മീനിന് വേണ്ടി വന്ന് ചോദിച്ചാൽ നിങ്ങൾ അയാൾക്ക് മീന് കൊടുക്കാമോ? നമ്മൾ മനുഷ്യത്വത്തിന്റെ പേരിൽ, ദയയും കാരുണ്യത്തിന്റെ പേരിൽ കൊടുക്കണമെന്നല്ലേ പറയാ. പക്ഷെ ചൈനീസ് പഴമൊഴി പറയുന്നത് കൊടുക്കരുത്. പിന്നെയോ പകരം അയാളെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുക. പിന്നെ വിശക്കുമ്പോഴൊക്കെ അയാൾ ആരോടെങ്കിലും കൈ നീട്ടുന്നതിന് പകരം സ്വന്തമായി മീൻ പിടിച്ച് തിന്നുകൊള്ളും. അതുപോലെ സ്വന്തമായി മീൻ പിടിച്ച് തിന്നാൻ കഴിവുള്ളവരെ ഇനി അതിജീവിക്കാൻ പോകുന്നു. അതുകൊണ്ട് ജോലി ചെയ്യണം. അവനവന്റെ വസ്ത്രമലക്കാനും അവന് വേണ്ട 4 കറികൾ പാചകം ചെയ്യുവാനും എങ്കിലും കുട്ടികൾക്ക് കഴിയണ്ടേ.
കഴിയണം. എല്ലാം ചെയ്തു കൊടുക്കുന്ന അമ്മമാർ നല്ല അമ്മമാരാണോ? അല്ല. പല വീട്ടിലെയും സ്കൂളിലെ LP UP സ്കൂളിലെല്ലാം ചില ഹൈസ്കൂളിലെ കുട്ടികൾ സ്കൂൾ ബസ്സിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് വീട്ടിൽ നിന്നുണ്ടാവും ഒരു അലാറം. ബസ് വരാനാകുമ്പോ എന്റെ ട്രൗസർ, എന്റെ ഷർട്ട്, എന്റെ ബാഗ്, എന്റെ കുപ്പിവെള്ളം, എന്റെ കൊട ഇതെല്ലാം അമ്മയും അച്ഛനും എടുത്തിട്ട് ഇവനിങ്ങനെ നിൽക്കും. ഇവനെല്ലാം അണിയിച്ചിട്ട് ബഹിരാകാശ യാത്രികനെ റോക്കറ്റ് കയറ്റും പോലെ ബസ്സിൽ തള്ളി കയറ്റി കഴിഞ്ഞാൽ ഇന്നത്തെ ഇനി നാളെ. നിങ്ങൾ ചെയ്യുന്ന തെറ്റാ. 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കെങ്കിലും ഒരു കുട്ടി അവന്റെ വാട്ടർ ബോട്ടിലും ബാഗും പുസ്തകവും കൊടയും എല്ലാം സ്വയം എടുത്ത് പുറപ്പെടാനുള്ള കരുത്തുണ്ടാക്കുമോ? ആഗോളതാപനം വർദ്ധിക്കുന്നത് കൊണ്ടും അത്യാർത്തി വർദ്ധിക്കുന്നത് കൊണ്ടും ലോകത്ത് യുദ്ധങ്ങളും ദുരന്തങ്ങളും ഇനി വർദ്ധിക്കാനാ സാധ്യത. അവസരത്തിൽ അവിടെയെല്ലാം പോയിട്ട് അവിടെയെല്ലാം എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോ ഉടൻ തന്നെ അച്ഛാ അമ്മേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചുകൊണ്ട് കാര്യമില്ല. അവിടെ എന്തു ചെയ്യണമെന്ന് അതിജീവിക്കാനുള്ള കരുത്ത് വേണം. വൈലോപ്പള്ളി എല്ലാ കാലത്തും എല്ലാ ദേശത്തുമുള്ള കുട്ടികൾക്ക് വേണ്ടി ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും വിത്തിരിക്കുന്ന പൂവും എന്നൊരു വരി എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വൈലോപ്പള്ളി ചുവപ്പിന്റെ ആളായിട്ട് പനിനീർ പൂവെന്നോ ചെമ്പരത്തി പൂവെന്നോ പറഞ്ഞില്ല? എന്തുകൊണ്ടാണ് കൊന്നപ്പൂവിനെ പറ്റി പറഞ്ഞത്? കൊന്നപ്പൂവും മറ്റു പൂവുകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? മറ്റു പൂവുകളെല്ലാം ഈർപ്പമുള്ള കാലത്തോ വസന്തകാലത്തോ അനുകൂല സാഹചര്യത്തിൽ വിരിയുന്ന പുഷ്പങ്ങളാണ്. പക്ഷെ കൊന്നപ്പൂവ് വിരിയുന്നത് എപ്പോഴാ? ONV കുറുപ്പ് ഒരു പാട്ട് എഴുതിയിട്ടുണ്ടല്ലോ അതിനെ കുറിച്ചിട്ട്. വേനൽ ചൂടിൽ ഉരുകിയ മണ്ണിൽ പേരിറങ്ങി കണിക്കൊന്ന പൂക്കും. കത്തുന്ന വേനലിൽ ചുട്ടുപഴുത്ത മണ്ണിന്റെ ഇടയിലൂടെ ആർദ്രതയുടെ കണങ്ങൾ തേടി അലഞ്ഞ് അത് വലിച്ചെടുത്തിട്ട് സ്വർണ്ണ നിറം ചാലിച്ച് പുഞ്ചിരിക്കുന്ന കൊന്നപ്പൂവാണ് നമ്മുടെ മോട്ടിവേറ്റർ. പ്രതിസന്ധിയിലും പുഞ്ചിരിക്കുവാനും പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എന്ന കവിത അയ്യപ്പ പണിക്കരും എഴുതി. അതിജീവിക്കാൻ പഠിക്കണം മക്കളെ. തകർന്നു പോകാതെ പഠിക്കണം. അതിജീവിച്ച് മുന്നോട്ട് പോകണം. ആ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന പോക്കിൽ ജീവിതത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത് പ്രകൃതിയോടും സമൂഹത്തോടും ഇടപഴകുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമാണ്. പ്രകൃതിയും സമൂഹവും, മനുഷ്യനും പ്രകൃതിയും. ദൈവം വേണമെങ്കിൽ ദൈവത്തെയും ചേർത്തോ, വിശ്വാസമുള്ളവർ ദൈവത്തെയും ചേർത്തോ. പക്ഷെ ദൈവം എന്ന് പറയുന്നത് അവനവന്റെ ആനന്ദത്തിനും സമാധാനത്തിനും അല്ലാതെ ദൈവത്തെ രക്ഷപ്പെടുത്താൻ പോക്കല്ല പണി കേട്ടോ. ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ, പ്രകൃതിയോടും മനുഷ്യനോടുള്ള കമ്മ്യൂണിക്കേഷൻ ഇപ്പോ ഹാർഡാണ്. പണ്ടെല്ലാം ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന് എസ് ജാനകി പാടിയ സമാധാനമുള്ള പാട്ട്. ഇപ്പോഴോ ഇപ്പൊ ജയ് ശ്രീറാം, അല്ലാഹു അക്ബർ, കർത്താവേ പേടിപ്പിക്കുക. മൈഡിയർ കുട്ടിച്ചാത്ത സിനിമയിൽ കൊട്ടാരക്കരയുണ്ട്, നമ്മളെ സായികുമാറിന്റെ അച്ഛൻ. കൊട്ടാരക്കര കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തും പോലെ ഇപ്പോ പല ക്ഷേത്രങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും അട്ടഹാസങ്ങൾ, ദൈവത്തെ പേടിപ്പിക്കുക. ദൈവം ഈ പുരോഹിതന്മാരുടെ കയ്യിൽ മനുഷ്യനെ പേടിപ്പിക്കാനും ചൂഷണം ചെയ്യാനുള്ള ഉപാധിയാക്കി മാറ്റിയതിനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടാൻ പറ്റും. രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ബുദ്ധിമാന്മാരായ ഇന്ത്യ രാജ്യത്തുള്ള അവസ്ഥ എന്താണ്. അതുകൊണ്ട് ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്നാവണം. പ്രകൃതിയോട് എങ്ങനെയാ? എനിക്ക് അനുകൂലമല്ലാത്തതെല്ലാം പ്രകൃതി ശത്രുവാക്കുക. മഴ പെയ്യുമ്പോ എന്തൊരു മഴ, ഇനി വെയിലറിക്കുമ്പോ എന്തൊരു വെയില്, പിന്നെ എന്തെന്നാ വേണ്ടി വരും? മഴയും പറ്റില്ല, വെയിലും. പണ്ടത്തെ ആള് നല്ല മഴ നല്ല വെയില് എന്നായിരുന്നു, പോസിറ്റീവായിരുന്നു. ഇപ്പോ ഒന്നും വേണ്ട, ഒന്നും പറ്റില്ല. അത്തരത്തിലൊരവസ്ഥയാണ്. ഇപ്പം 24 മണിക്കൂറും ചാനൽ ഒരുപാട് ചാനൽ വാർത്തയായതുകൊണ്ട് മഴ പെയ്താൽ തലശ്ശേരി മഴ പെയ്തു, അതൊരു വാർത്തയാണ്. ഇനി തലശ്ശേരി മഴ പെയ്തില്ല, അതും വാർത്തയാണ്.
ഒരു സ്ത്രീ പ്രസവിച്ചു, അത് വാർത്തയാണ്. പ്രസവിച്ചു, സ്ത്രീ പ്രസവിച്ചു, വേറെ ഒന്നും കിട്ടുന്നില്ല. 24 മണിക്കൂർ എന്തോ വാർത്ത കൊടുക്കട്ടെ. എല്ലാം ഫ്ലാഷ് ന്യൂസാ, എല്ലാം ബ്രേക്കിംഗ് ന്യൂസാ. ബ്രേക്കില്ലാത്ത ഒരൊറ്റ ന്യൂസ് ഇല്ല. ഇതും നോക്കിയിരുന്ന് നമ്മളെ കാര്യം പോക്കാ. ഏതെങ്കിലും ഒരു മൂലക്ക് മാത്രം കോടിയേരിക്കാരോ പന്നിന്നൂർക്കാരോ മാത്രം അറിയേണ്ട വാർത്തയാണ് ഗൾഫിൽ പോലും ബ്രേക്കിംഗ് ന്യൂസായി അറിയിക്കുന്നത്. അതാണ് പ്രശ്നം. ഇതിന്റെ പിറകെ പോക്കല്ല നമ്മൾ. നമുക്ക് ഏതാണ് വാർത്ത, ഏതാണ് വാർത്തയല്ലാത്തത്, ഏതാണ് പ്രാധാന്യമെന്ന തിരിച്ചറിവിൽ നമുക്കുണ്ടാവണം. അതുകൊണ്ട് നമ്മൾ ചുറ്റുവട്ടമുള്ള പ്രകൃതിയോട്, ഈ മനുഷ്യ സമുദായത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റൻ ആവണം. എങ്ങനെയാണ് സോഫ്റ്റൻ എന്ന് പറഞ്ഞാൽ മെല്ലെ ചപ്പാത്തി ഇഡ്ഡലി സോഫ്റ്റനാക്കും പോലെയല്ല. SOFTEN. രക്ഷിതാക്കളും ശ്രദ്ധിക്കുക, മക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്. പഴയ സമ്പ്രദായത്തിൽ അട്ടഹാസങ്ങളൊന്നും കൊണ്ടൊന്നും കാര്യമില്ല. രാവിലെ എഴുന്നേറ്റ് ആ വാതിലൊന്ന് തുറക്കൂ, അവിടെ ഒരു അത്ഭുത പ്രതിഭാസമുണ്ട്. നിങ്ങളുടെ മോട്ടിവേറ്റിന് വേറെ കൗൺസിലിങ്ങിനൊന്നും പോണ്ട. രാവിലെ പ്രഭാതം വിടരും, പ്രദോഷം വിടരും, പ്രതീചി രണ്ടും കണ്ടു നിൽക്കും, ഉദയമില്ലാതില്ല അസ്തമനം, ഉണരൂ മനസ്സേ ഉണരൂ. വാതിൽ തുറക്ക്. രാവിലെ എണീറ്റ ഒരു തോക്കുണ്ട് അടുക്കളയിൽ. ആ തോക്കെടുത്തിട്ട് ഗ്യാസിന്റെ അടിയിൽ 3 ബെഡിയാ അല്ലേ? ശരീരത്തിന് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് പകരം മനസ്സിനൊരു ഉന്മേഷം കൊടുക്കാൻ മക്കളോടൊത്തൊന്ന് വരാന്തയിലും മുറ്റത്തും ഇറങ്ങി പ്രകൃതി ആസ്വദിക്കാൻ, പൂക്കളെ ആസ്വദിക്കാൻ, പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റ ആസ്വദിക്കാൻ നിങ്ങളുടെ വീടിന്റെ ചുണ്ട് വാതിൽ തുറക്കൂ, വീടിൽ പുഞ്ചിരിക്കൂ. കുട്ടികൾ കഴിവുള്ളവരാണ്. അവരോട് സംസാരിക്കുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരു നാവിന് പകരം 2 കാതുണ്ട്. പറയുന്നതിന്റെ ഇരട്ടി കേൾക്കണം. അവർ പറയുന്നത് കേൾക്കട്ടെ. അവർക്ക് പുതിയ ഒരുപാട് കാര്യങ്ങൾ അറിയാം. നിങ്ങൾ കേട്ടിരിക്കാൻ തയ്യാറില്ലെങ്കിൽ അവർ ചങ്കുകളെ നോക്കി അവർ പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് പുറത്തു പോകും. നിങ്ങൾ കേട്ടിരിക്കൂ. പ്രായമായ മനുഷ്യൻ ഇരിക്കുന്നിടത്ത് വട്ടത്തിലിരിക്കും, മൊബൈലും TV എല്ലാം പൂട്ടിയിട്ട്. കുറച്ച് പോസിറ്റീവായി പറ. അല്ലാതെ അതാരാ പോകുന്ന ഗോയിനാട്ട മഹാവൃത്തിയിട്ടാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ചുക്കിന് കൂടില്ല, MLA ആയാലും പോക്ക്, മന്ത്രിമാരുടെ ഭാഷണന്മാർ എല്ലാവരും മോശം. ഒരാളെ ഉള്ളൂ ലോകത്ത് നല്ല, അതാരാ? ഞാൻ മാത്രം. ഇത് കേട്ട് നമ്മുടെ കുട്ടികളുടെ മനോഭാവം, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. നമ്മുടെ വീടിന്റെ വ്യാകരണം അടിച്ചു പൊളിച്ചു മാറ്റൂ. പരസ്പര ബഹുമാനത്തിൽ നമ്മൾ എന്തോ എത്ര പ്രഗത്ഭനാണെങ്കിലും വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പ് അഴിച്ചു പുറത്തിടൂലേ, അതുപോലെ ആ കൂട്ടത്തിൽ നമ്മുടെ ഈഗോ അഴിച്ചു പുറത്തിടുക. വീട്ടിലെത്തിയാൽ സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീടു കണ്ട് സ്വർഗം നാണിക്കുന്നു. ജയശ്രീ എന്ന് പറഞ്ഞ ഗായിക പണ്ട് പാടിയത്, അവര് മരിച്ചുപോയി. അത്തരത്തിൽ നമ്മുടെ വീടിന്റെ വ്യാകരണം, സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. ഇതാണ് കുട്ടികളുടെ പഠന പ്രക്രിയയിലുള്ള പ്രയാസങ്ങൾക്ക് പരിഹരിക്കാൻ അവന്റെ ബുദ്ധിയുടെ കൂടെ അവന്റെ മനസ്സ് കൂടെ നിൽക്കണം. ആ മനസ്സ് ആക്ടിവേറ്റ് ആവാൻ, അവന്റെ മനസ്സിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുവാൻ നമ്മുടെ വീടിന്റെ അന്തരീക്ഷം കാമൻ, ക്വയറ്റ്, തുറന്ന് സംസാരിക്കുന്ന, ബുദ്ധി വികസിപ്പിക്കുന്ന, അന്വേഷിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. അത് അന്തരീക്ഷം ഉണ്ടാക്കാൻ പഴയ രക്ഷിതാക്കൾക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് പുതിയ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ ബോധപൂർവമായി വീട്ടിന്റെ അന്തരീക്ഷം, നിങ്ങൾ പുതിയ ജെൻസി ആൽഫ കുട്ടികളാണ്, വീടിന്റെ അന്തരീക്ഷം പുതുക്കിയെടുക്കുക. പഠനത്തിന്റെ അന്തരീക്ഷം ചോദ്യങ്ങളാണ് പ്രധാനം. ചോദ്യങ്ങളാണ്. ഗവേഷണം നടത്തുക, പുതിയത് കണ്ടെത്തുക, അന്വേഷിക്കുക. ഏത് തൊഴിലും ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക. അത്തരത്തിൽ എനർജറ്റിക്കായി പരന്ന വായനയും ആഴത്തിലുള്ള ചിന്തയും, അധ്വാനവും ചിന്തയും, കാലവും ദേശവും കാലവും, ഇതൊക്കെ ചേർത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം A+ ആവുക. ജീവിതം A+ ആവില്ലെങ്കിൽ മാർക്ക് കൊണ്ട് മാത്രം A+ കൊണ്ട് കാര്യമില്ല. ജീവിതം A+ ആയി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടകൻ പ്രിയപ്പെട്ട രാജേട്ടന് ഇവിടെ എത്തിയത് കൊണ്ട് ഞാൻ നീട്ടുന്നില്ല. നിറങ്ങൾ കാണാൻ മനുഷ്യർക്കേ കഴിയുന്നുള്ളൂ. മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് മഴവില്ലുണ്ടായിരുന്നു. ആ മഴവില്ലുകൾക്ക് 7 നിറം, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് എണ്ണാനും അതിനെ നോക്കിയിട്ട് മാരിവില്ലു പന്തലിട്ട് ദൂരചക്രവാളം മാടി മാടി വീളിക്കുന്നതറിഞ്ഞില്ലേ എന്ന് പാടാനും മനുഷ്യനെ കഴിഞ്ഞിട്ടുള്ളൂ.
ആ നിറങ്ങളുടെ സൗന്ദര്യം, പൂക്കളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റിയവരാകണം. അല്ലാതെ ഇറച്ചിൻ്റെയും മീനിൻ്റെയും മുട്ടേൻ്റെയും സൗന്ദര്യം മാത്രം ആസ്വദിച്ച പോരാ. അത്തരത്തിൽ നല്ല സർഗാത്മകമായി ചിന്തിക്കുന്ന ഒരു തലമുറ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച നിറത്തിന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നു. ഈ സമ്മാനത്തിന് അർഹരായ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും അവരെ പഠിപ്പിച്ച അധ്യാപകരെയും അഭിനന്ദിക്കുന്നു. ഈ സായാഹ്നത്തിൽ സമ്മാനം വാങ്ങാനും ഇവിടെ നടക്കുന്ന പരിപാടി കേൾക്കാനും വന്നു ചേർന്നിരിക്കുന്ന ഈ സദസ്സിന് വലിയൊരു നല്ല നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവരും ആശംസകൾ അറിയിക്കുന്നു. കൂട്ടത്തിൽ ഒരു കാര്യം, എനിക്കൊരു വലിയ മഹാദൗത്യം, എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദൗത്യം, ഇന്നിവിടെ ആദരിക്കുന്ന ഒരാൾ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകൃത്തും നോവലിസ്റ്റുമായ സാഹിത്യകാരൻ എൻ പ്രഭാരൻ മാഷ് എന്നെ 3 കൊല്ലം ബ്രണ്ണൻ കോളേജിൽ പഠിപ്പിച്ച ആളാണ്. അദ്ദേഹം നേരത്തെ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഈ പരിപാടിയിൽ എത്താൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ശിഷ്യന എന്ന നിലയിൽ സുരേഷ് ബാബു എൻ്റെ സമ്മാനം ഒന്ന് വാങ്ങിയിട്ട് എനിക്കൊന്ന് എത്തിച്ചു തരണം എന്ന് പറഞ്ഞത് എനിക്ക് വല്ലാത്തൊരു ഭയങ്കര ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണമാണ്. ഉപഹാര സമർപ്പണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യപ്പെട്ട MLA ശ്രീ കാരായി രാജൻ സാറിനെയും ഈ പേര് വിളിക്കുന്ന മുറക്ക് കുട്ടികൾ വന്ന് അവരുടെ ഉപഹാരം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഉന്നത വിജയം ഒരു വലിയ പ്രസംഗത്തിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും പ്രസംഗം അധികരിക്കുമ്പോൾ അതിനെ അധിക പ്രസംഗം എന്നാണ് പറയാറ്. അധിക പ്രസംഗം എന്നുള്ളത് വാക്കുകളെ കൊണ്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. ഒരുതരം ഗൂണ്ടായിസമാണ് അധിക പ്രസംഗം ആയി പരിണമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു കർത്തവ്യത്തിന് മുതിരുന്നില്ല എന്നാദ്യമേ സൂചിപ്പിക്കുകയാണ്. നിറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി പന്ന്യന്നൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ചുറ്റുപാടും സമൂഹത്തിൽ, ലോകത്ത് നിറം കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നിറമുള്ള ഒരു ലോകം, നിറമുള്ളൊരു സമൂഹം, വർണ്ണങ്ങളുടെ ഒരു പ്രപഞ്ചം ഉണ്ടാക്കുക എന്നുള്ളത് ഈ കാലത്തിനോട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി മാറുകയാണ്. മഴവില്ലിന് സൗന്ദര്യമുണ്ടാവുന്നത് ഒരുപാട് വർണ്ണങ്ങൾ അത് പ്രശോഭിപ്പിച്ചതുകൊണ്ടായിരുന്നു. പൂന്തോട്ടങ്ങൾക്ക് ഭംഗിയുണ്ടായത്, അതിന് കാവ്യഭാഷകൾ അതിനൊപ്പം പറന്നു വീണത്, 1000 പൂവുകൾ ഒന്നിച്ചു വിടരുന്ന, പല വർണ്ണങ്ങളിൽ വിടരുന്ന തോപ്പുകളായതുകൊണ്ടാണ് പൂന്തോട്ടങ്ങൾ മാധുര്യമുള്ളതാവുന്നത്, ഭംഗിയുള്ളതായിത്തീരുന്നത്. ഈ നിറം കെട്ടുപോകുന്ന ഒരു ലോകത്ത് ആ നിറത്തെ, വർണ്ണങ്ങളെ തിരിച്ചുപിടിക്കാൻ, ഈ നിറത്തിലാണ് മനുഷ്യനിലെ സ്നേഹവും ഒക്കെ കുടികൊള്ളുന്നത്. ആ സ്നേഹത്തെ, സാഹോദര്യത്തെ വീണ്ടെടുക്കുക എന്നതാണ് ഇന്ന് കാലം നമ്മോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് ചുറ്റുമുള്ള പരാതികളെ, പരിഭവങ്ങളെ, പരിവേദനങ്ങളെ നമുക്ക് കേൾക്കാൻ സാധിക്കുമ്പോൾ, അതിനൊപ്പം നിൽക്കാൻ സാധിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു മനുഷ്യനുണ്ടാവുന്നത്. ഈ മനുഷ്യനുണ്ടാവണമെങ്കിൽ അവനിൽ മനുഷ്യത്വം ഉണ്ടാവണം. ആ മനുഷ്യത്വം
മനുഷ്യസ്നേഹത്തിൻ്റെ ഭാഷയിലാണ് നമ്മളിലേക്ക് കടന്നു വരേണ്ടത്. ഞാനിപ്പോൾ ഓർത്തുപോയ ഒരു കാര്യം, ലോകമിപ്പോൾ യുദ്ധത്തിൻ്റെ ഭീതിയിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് മലയാളികളെ ജീവിപ്പിക്കുന്നത് പ്രവാസ ലോകത്ത് പണിയെടുത്ത മനുഷ്യരുള്ളത് കൊണ്ടാണ്. ഓരോ യുദ്ധവും മലയാളിയുടെ മനസ്സിനകത്തേക്കാണ് വിഷമം പടർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവാസികളില്ലെങ്കിൽ, പ്രവാസ ലോകം സ്വസ്ഥമല്ലെങ്കിൽ കേരളത്തിന് അങ്ങനെയൊന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷമല്ല ഉള്ളത്. ഈ യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇന്ന് നാം ഇവിടെ മിടുക്കന്മാരായ മിടുക്കികളായ കുട്ടികളെ, വിദ്യാർത്ഥികളെയാണ് അനുമോദിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഓരോ യുദ്ധത്തിലും കൊല്ലപ്പെടുന്നത് അഥവാ കൊലപ്പെടുത്തുന്നത്, കൊന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളെയാണ്. ഇറാനിൽ യുദ്ധം ആരംഭിച്ചത് കുട്ടികളെ കൊന്നുകൊണ്ടാണ്. ഒരു പ്രൈമറി സ്കൂളിന് നേരെ ബോംബിട്ടുകൊണ്ടാണ് അമേരിക്ക ഇറാനെ പേടിപ്പിക്കാൻ പരിശ്രമിച്ചിട്ടുള്ളത്. ഗാസയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ മരണം, ആയിരക്കണക്കിന് മനുഷ്യർ മരിച്ചപ്പോൾ അതിലേറെയും കുഞ്ഞുങ്ങളായിരുന്നു. കുട്ടികളെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളിങ്ങനെ മരിച്ചു വീഴുമ്പോൾ നമ്മുടെ മനസ്സ് നോവുന്നുണ്ട്. മനസ്സ് നോവാതിരിക്കുമ്പോഴാണ് നാം എവിടെയോ മനുഷ്യത്വം നഷ്ടപ്പെട്ടവരായി മാറിപ്പോകുന്നത്. ചിലരൊക്കെ പറയാറുണ്ട്, ഇവിടെ മലയാളി, കേരളം, ഇടതുപക്ഷക്കാർ പുരോഗമനവാദികൾ. ഇടതുപക്ഷം എന്നൊക്കെ പറയുമ്പോൾ പുരോഗമനം പറയുന്നവരൊക്കെ ഇടതുപക്ഷമാണ്. ഈ നാടിൻ്റെ നന്മകളെ ഉയർത്തിപ്പിടിക്കുന്നവരൊക്കെ, മൂല്യങ്ങളെ സംരക്ഷിക്കുന്നവരൊക്കെ അങ്ങനെയാണ് സമൂഹം കണ്ടിട്ടുള്ളത്. ഒരുപാട് കാലം നാം കേട്ടുകൊണ്ടിരുന്ന ഒരാക്ഷേപം, ഒരു പരിഹാസം, നിങ്ങൾ ഇവിടുത്തുകാർ മലയാളികൾ, അങ്ങ് സോവിയറ്റ് യൂണിയനിലെങ്കിൽ മഴ പെയ്താൽ പന്നന്നൂരിൽ കൊടപിടിക്കുന്നവരാണ് എന്ന് പറയാറുണ്ട്. സോവിയറ്റ് യൂണിയനിൽ മഴ പെയ്താൽ ഇവിടെ പന്നന്നൂരിൽ കൊടപിടിക്കുന്ന വിവരം കെട്ടവർ എന്നൊരു ചൊല്ല്, ഒരു വർത്തമാനം മലയാളികളും പന്നന്നൂർക്കാരും ഒക്കെ ഒരുപാട് കാലം കേട്ടിട്ടുണ്ട്. അത് ശരിയുമാണ്. ഇവിടെ നാം സോവിയറ്റ് യൂണിയനിലോ ഗസയിലോ ഇറാനിലോ മനുഷ്യർ വേദനിക്കുമ്പോൾ അതിനൊപ്പം ചേരുന്ന ഒരു ലോകമാനവികത, ലോകത്തെല്ലാമുള്ള മനുഷ്യരൊന്നാണ് എന്ന് കാണാനുള്ള ഒരു ശേഷി, ഒരു ബോധം, ഒരു രാഷ്ട്രീയം നമ്മൾ മലയാളിക്കുണ്ട്. അതുകൊണ്ടാണ് പണ്ടൊരിക്കൽ അമേരിക്കക്കാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ പാകിസ്ഥാനെ സഹായിക്കാൻ 7ാം കപ്പൽപ്പടയുമായിട്ട് പുറപ്പെട്ടപ്പോൾ ആ 7ാം കപ്പൽപ്പട അവിടെ പുറപ്പെടുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് എന്ന് പറയാൻ ഇന്ത്യയിലെ ഒരു പ്രശ്നത്തിൽ അങ്ങ് സോവിയറ്റ് യൂണിയനിൽ കൊടപിടിക്കാൻ സോവിയറ്റ് യൂണിയനിലും ഒരു കൂട്ടരുണ്ടായി. ആ മാനവികതയാണ് ലോക മാനവികത. ഈ കുടപിടിക്കലിനെയാണ് നാട്ടിൽ പല ആളുകളും പരിഹസിച്ചു കൊണ്ടിരുന്നത്. അമേരിക്കക്കാരൻ 7ാം കപ്പൽപ്പടയുമായി ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ, ഞങ്ങളെ ഭയപ്പെടുത്താൻ ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ ആ കപ്പൽപ്പട അവിടെ ഇരിക്കട്ടെ എന്ന് പറയാൻ സോവിയറ്റ് യൂണിയനിൽ ഒരു കൊടപിടിക്കാൻ, ഇന്ത്യക്കാരന് വേണ്ടി സോവിയറ്റ് യൂണിയനിൽ കൊടപിടിക്കാൻ ഒരു വിഭാഗമുണ്ടായിരുന്നു, ഒരു ജനതയുണ്ടായിരുന്നു. അതാണ് ലോകത്തിൻ്റെ മാനവികത, മനുഷ്യൻ ഉയർത്തുന്ന മാനവികത. അതാണ് നമ്മൾ അറിയുകയാണ്. ഒരുപാട് വർഷക്കാലം സാമ്രാജ്യത്വത്തിൻ്റെ നുകത്തിൻ കീഴിൽ ഞെരിഞ്ഞമർന്നു പോയ ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ത്യ പോലെ ഇങ്ങനെ വിഷമിപ്പിക്കപ്പെട്ട, ചവിട്ടിയരക്കപ്പെട്ട മറ്റൊരു രാജ്യത്തിൻ്റെ പേരാണ് വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യം. കേരളത്തിൻ്റെ മാത്രം വലുപ്പമുള്ള ഒരു ചെറിയ രാജ്യം. ആ രാജ്യത്ത് ഒരുപാട് കാലം ഫ്രഞ്ചുകാർ, നമ്മുടെ മാഹിയെ അടക്കി ഭരിച്ച ഫ്രഞ്ചുകാർ ആ നാടിനെ ഞെക്കിപ്പിഴിഞ്ഞ് ഭരിച്ചു. ആ ഫ്രഞ്ച് സാമ്രാജ്യത്വത്തിനെതിരായി ആ ജനത പൊരുതി അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം അമേരിക്കക്കാർ, അമേരിക്കൻ സാമ്രാജ്യത്വം വിയറ്റ്നാം എന്ന രാജ്യത്തെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി ഒരുപാട് കാലം അവരെ ദ്രോഹിച്ചു. വിദേശികൾക്കെതിരായി, അമേരിക്കൻ പട്ടാളക്കാർക്കെതിരായി സ്വന്തം നാടിൻ്റെ ദേശാഭിമാനം കാത്തു സൂക്ഷിക്കാൻ
വിയറ്റ്നാമിലെ മനുഷ്യർ അമേരിക്കയുടെ വൻ പട്ടാളത്തോട് ഏറ്റുമുട്ടുകയുണ്ടായി. ഇങ്ങനെ ഏറ്റുമുട്ടുമ്പോൾ വിയറ്റ്നാമിൻ്റെ നേതാവ്, ആ കൊച്ചു രാജ്യത്തിൻ്റെ ധീരസാഹസികനായ ദേശാഭിമാനിയായ ഒരു മനുഷ്യൻ, അതിൻ്റെ നായകൻ അമേരിക്കൻ പ്രസിഡന്റിന് ഒരു കത്തയക്കുകയുണ്ടായി. ആ കത്തിൽ പറഞ്ഞ കാര്യം, പ്രിയപ്പെട്ട പ്രസിഡന്റ്, നിങ്ങൾ വായിച്ചറിയുവാൻ, ഞങ്ങൾ ഈ രാജ്യത്തെ മനുഷ്യർ, ഇവിടുത്തെ മാനവികത ഉൾക്കൊള്ളുന്ന മനുഷ്യർ വല്ലാതെ വിഷമിക്കുന്നു. നിങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇവിടത്തേക്ക് അയക്കുന്ന പട്ടാളക്കാർ, ചെറുപ്പക്കാരായ മനുഷ്യർ, കുട്ടികൾ, ചെറുപ്പം, ഈ വിയറ്റ്നാമിൻ്റെ മണ്ണിൽ ഇവിടുത്തെ ദേശാഭിമാനികളുമായി ഏറ്റുമുട്ടി മരിക്കുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ടാവുന്നു. ഞങ്ങൾ ഈ നാട്ടിൽ വന്ന് ഞങ്ങളുടെ നാട്ടുകാരെ കൊല്ലുന്നത് പോലെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ സ്വന്തക്കാർ, ഞങ്ങളുടെ നാട്ടുകാർ ഇവിടെ മരിച്ചു വീഴുന്നത് പോലെ നിങ്ങൾ ഈ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ അമേരിക്കയിൽ നിന്ന് അയച്ച് ഇവിടെ നിന്ന് മരിച്ചു പോകുന്ന, ഞങ്ങളുടെ നാട്ടിലെ ദേശാഭിമാനികളുടെ വെടിയുണ്ടക്കരിയായി മരിച്ചു പോകുന്ന നിങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ദുഃഖത്തിൽ ഞങ്ങൾക്ക് വിഷമം തോന്നുന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യത്വമുണ്ട്. ആ മനുഷ്യത്വം ലോകത്തധികമാർക്കും ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ല. ആ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നത് ഹോച്ചിമിനെ പോലുള്ള ചില മനുഷ്യ മഹാപ്രസ്ഥാനങ്ങളുടെ നായകന്മാർക്ക് മാത്രമായിരുന്നു. നാം ഗസയിലെ മനുഷ്യക്കുരുതിയെക്കുറിച്ച് പറയുമ്പോൾ, ഗാസയിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോൾ, ഗാസയിലെ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ നമുക്കിവിടെ എന്താണ് പ്രശ്നം? നേരത്തെ പറഞ്ഞതുപോലെ ഗാസയിൽ മനുഷ്യക്കുരുതി നടത്തുമ്പോൾ മലയാളി കേരളത്തിൽ ഇവിടെയും കൊട പിടിക്കാറുണ്ട്. ആ ഒരു കൊടയാണ് കഴിഞ്ഞ ഓണപ്പതിപ്പിൽ, മാതൃഭൂമിയുടെ ഓണപ്പതിപ്പിൽ ടി പത്മനാഭൻ എന്ന ഒരു കഥാകാരൻ, കഥയുടെ ചക്രവർത്തി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആ മനുഷ്യൻ എഴുതിയത് ഗസയിലെ കുട്ടികൾ എന്ന ഒരു കഥ എഴുതുകയുണ്ടായി. വായിച്ചവർ ഒരുപാടുണ്ടാവും. ആ കഥയിൽ ടി പത്മനാഭൻ പറയുന്നത്, ആകാശത്തൂടെ പറന്നു വരുന്ന വിമാനങ്ങളുടെ ഇരമ്പം കേൾക്കുമ്പോൾ ഗസയിലെ കുട്ടികൾ എത്രയോ ദിവസങ്ങളായി ഭക്ഷണത്തിന് വേണ്ടി കേഴുന്ന, ദാഹിക്കുന്ന അവർ ഭക്ഷണപാത്രങ്ങളുമായി വിമാനത്തിൻ്റെ ഇരമ്പലിനൊപ്പം വിമാനത്തിൻ്റെ അടിയിലേക്ക് പാഞ്ഞു ചെല്ലും. ആ ഭക്ഷണപാത്രത്തിൽ വീഴുന്ന അന്നം, ആഹാരം പ്രതീക്ഷിച്ചാണ് അവർ വിമാനത്തിൻ്റെ താഴത്തേക്ക് ഓടിയെത്തുന്നത്. പക്ഷേ ആ വിമാനത്തിൽ വന്നു വർഷിച്ചത് ബോംബുകളായിരുന്നു. ആ ഭക്ഷണപാത്രത്തോടൊപ്പം മരിച്ചു വീഴുന്ന ഗസയിലെ കുട്ടികൾ. ഇതാണ് മനുഷ്യൻ ഉയർത്തുന്ന ലോകത്തിൻ്റെ മാനവികത എന്ന് പറയുന്നത്. ഇവിടെ ടി പത്മനാഭൻ പിടിച്ചത് ഒരു കൊടയായിരുന്നു. അങ്ങ് എവിടെയോ നടന്ന മനുഷ്യക്കുരുതിയിൽ നൊന്തുപോയ ആത്മാവുകൾ ഇവിടെ ഉണ്ടാവുന്നു. ഗസയിലെ കുട്ടികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ഇത്രയും ഞാൻ പറഞ്ഞു വെച്ചത്, നമുക്ക് അയൽപ്പക്കക്കാരൻ്റെ ദുഃഖങ്ങളെ തിരിച്ചറിയാൻ, അടുത്ത വീട്ടിലെ വിഷമങ്ങളെ തിരിച്ചറിയാൻ, ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന സഹപാഠിയുടെ കണ്ണിലെ നനവ് തിരിച്ചറിയാൻ നമുക്കെപ്പോൾ സാധിക്കുന്നുവോ അവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത് അങ്ങനെ കൂടിയാണ്. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ തലമുറകൾക്ക് ഈ മനുഷ്യ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ലോകത്തേക്ക് പറന്നുല്ലസിക്കാൻ, വിശാലമായി പറന്നു ചെല്ലാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്